ഹായ്, എന്താണ് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും ശരിയാകും. ഒന്നുകൊണ്ടും ടെൻഷനാകണ്ട. നമുക്ക് നേരെ കഥയിലേക്ക് കടന്നാലോ? ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ. കഥയുടെ തുടക്കത്തിൽ തന്നെ കേരള CID വകുപ്പിലെ വളരെയധികം തിരക്കുള്ളൊരു യുവ ഉദ്യോഗസ്ഥനായിരുന്നു ബെഞ്ചമിൻ ചാക്കോ. അദ്ദേഹം ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് കേസുകളിൽ കഴിവ് തെളിയിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹം ജനശ്രദ്ധ നേടിയിരുന്നു. അടുത്തിടെ സംസ്ഥാനത്ത് നടന്ന ഇരട്ട കൊലപാതകം അതിസാഹസികമായി തെളിയിച്ചതിലൂടെ അദ്ദേഹം ഒന്നുകൂടി പ്രശസ്തി ആർജിച്ചു. രാത്രി മുഴുവനും ഉറക്കമൊഴിച്ച് കേസുകൾ പഠിക്കുക എന്നുള്ളത് ബെഞ്ചമിൻ്റെ ഒരു ശീലമായിരുന്നു. കേസുകളില്ലാത്ത സമയമൊക്കെ വളരെ നേരത്തെ കിടക്കുകയും താമസിച്ച് ഉറക്കം എഴുന്നേൽക്കുകയും അയാളുടെ മറ്റൊരു ശീലമായിരുന്നു. തൻ്റെ കീഴുദ്യോഗസ്ഥരോട് വളരെയധികം മാന്യമായിട്ടായിരുന്നു അദ്ദേഹം പെരുമാറിയിരുന്നത്. ഓഫീസ് സമയങ്ങളിൽ മാത്രമേ അദ്ദേഹം എല്ലാവരോടും ഒരു നിശ്ചിത അകലം പാലിച്ചു നിൽക്കുമായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ദിവസം പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബെഞ്ചമിൻ്റെ അസിസ്റ്റന്റ് ഓഫീസർ മാധവ് സ്വാമിനാഥൻ എന്തോ ഒരു വസ്തു പരിശോധിക്കുകയായിരുന്നു. മാധവ് ബെഞ്ചമിന് നേരെ എതിർവശം തിരിഞ്ഞാണ് ഇരിക്കുന്നത്. എന്താടാ, നീ എന്താണ് കുറേ നേരമായി ചിന്തിക്കുന്നത്? നിന്റെ കയ്യിലുള്ളത് എന്താ? വല്ല നിധിയുമാണോ? പെട്ടെന്നുള്ള ബെഞ്ചമിൻ്റെ ചോദ്യം കേട്ടതും മാധവ് ഒരു നിമിഷം ചിന്തിച്ചിരുന്നു. താൻ എന്ത് ചെയ്യുകയാണെന്ന് ബെഞ്ചമിൻ എങ്ങനെ മനസ്സിലായി എന്നതായിരുന്നു മാധവൻ ചിന്തിച്ചിരുന്നത്. അതെന്താ ചേട്ടായി അങ്ങനൊരു ചോദ്യം? ഞാനൊരു കാര്യം ചെയ്യുകയാണെന്ന് ചേട്ടായിക്ക് എങ്ങനെ അറിയാം? തലയ്ക്ക് ചുറ്റും കണ്ണുണ്ടോ? മാധവ് അല്പം തമാശ കലർത്തി ചോദിച്ചു. എൻ്റെ തലയ്ക്ക് ചുറ്റും കണ്ണുകളൊന്നുമില്ല. ആകെ നിന്നെപ്പോലെ 2 കുഞ്ഞു കണ്ണുകൾ മാത്രമേ എനിക്കുള്ളൂ. നീ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ കണ്ടത് എങ്ങനെയാണെന്നത് TV-യിലേക്ക് നോക്കി. ഇതും പറഞ്ഞ് ബെഞ്ചമിൻ CCTV ദൃശ്യങ്ങൾ കാണുന്ന ആ TV-യിലേക്ക് മാധവന്റെ ശ്രദ്ധ തിരിച്ചു. ഈ വീടിന് ചുറ്റും ഹാളിലും അടുക്കളയിലും ഉൾപ്പെടെ CCTV ക്യാമറ കണ്ണുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാര്യം എൻ്റെ അനിയൻ മറന്നോ? ബെഞ്ചമിൻ കൈ കഴുകാൻ എഴുന്നേറ്റപ്പോൾ മാധവന്റെ തലക്കുറി കൊട്ടുകൊടുത്തു. നീ എന്തായി പരിശോധിക്കുന്നതെന്ന് പറയൂ, ബെഞ്ചമിൻ കൈ കഴുകുമ്പോൾ ചോദിച്ചു. നമ്മളെ കാണാൻ ഇവിടെ വന്നവരിൽ ആരുടെയോ മൊബൈൽ ഫോണാണിത്. ഒരു സാധാ സ്മാർട്ട് ഫോൺ. ഏകദേശം 20,000 രൂപയൊക്കെ ഇതിനാവുള്ളൂ. പക്ഷേ ഇതിന് ലോക്കൊന്നുമില്ല. ഏതെങ്കിലും പ്രായം ചെന്ന വ്യക്തികൾ ഉപയോഗിക്കുന്നതാകാം ഈ ഫോൺ. കാരണം ഇപ്പോൾ എല്ലാവരും തങ്ങളുടെ ഫോൺ സെക്യൂരിറ്റി ലോക്കിട്ട് സുരക്ഷിതമായി വെക്കാറാണ് പതിവ്. ഇങ്ങനെ നിസ്സാരമായി അൺലോക്കാക്കി വെക്കണമെങ്കിൽ അത് തീർച്ചയായും പ്രായം ചെന്ന വ്യക്തികളാവും. മാധവ് തൻ്റെ കയ്യിലിരുന്ന വസ്തുവിനെ കുറിച്ച് ചുരുക്കി പറഞ്ഞു. നീ അതിനുള്ളിൽ എന്താണെന്ന് നോക്കിയോ? ഫോൺ ആരുടെയാണെന്നതിന് എന്തെങ്കിലും തെളിവ് കിട്ടിയോ? ഏതെങ്കിലും ഫോട്ടോഗ്രാഫുകൾ, വീഡിയോസ്, വാട്സപ്പ് ചാറ്റുകൾ, അങ്ങനെ എന്തെങ്കിലും? ബെഞ്ചമിൻ മാധവിനോട് ചോദിച്ചു. ഞാൻ വാട്സപ്പ് ചാറ്റുകളിലേക്കൊന്നും കടന്നില്ല. ഫോണിൻ്റെ ഗ്യാലറിയും പരിശോധിച്ചില്ല. ഞാൻ ഇതിലേക്ക് വന്ന മെസ്സേജ് നോക്കുകയായിരുന്നു. റീചാർജ് ചെയ്ത വിവരങ്ങളും മറ്റ് സ്രോതസ്സുകളിൽ നിന്നും വരുന്ന SMS-കളും മാത്രമേ ഉള്ളൂ. അത്യാവശ്യമെന്ന് തോന്നുന്ന മെസ്സേജുകൾ ഒന്നും തന്നെയില്ല, മാധവ് പറഞ്ഞു നിർത്തി. കൈകൾ ടവലിൽ തുടച്ച ശേഷം ബെഞ്ചമിൻ മാധവിൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി പരിശോധിക്കുവാനായി സോഫയിലേക്ക് ഇരുന്നു. ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡ് അങ്ങിങ്ങായി പൊട്ടി ചിലന്തി വല നെയ്തതുപോലെ ഇരിക്കുന്നു. എന്നിരുന്നാലും ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് യാതൊരുവിധ കുഴപ്പവും ഉണ്ടായിരുന്നില്ല. മാധവ് പറഞ്ഞ പോലെ മെസ്സേജ് സെക്ഷനിൽ സാധാ മെസ്സേജുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓഡിയോ സെക്ഷനിൽ ആരൊക്കെയോ വിളിച്ച കോൾ റെക്കോർഡുകൾ ഉണ്ടായിരുന്നു. കോൾ ലിസ്റ്റിൽ സേവ് ചെയ്ത കുറച്ചധികം നമ്പറുകളും ഉണ്ടായിരുന്നു. കോൺടാക്ട്സിൽ അത്യാവശ്യം കുറേ നമ്പറുകൾ സേവ് ചെയ്തിരുന്നു. പക്ഷേ സേവ് ചെയ്തിരിക്കുന്ന പേരുകളിലധികവും വിചിത്രമായി തോന്നിയിരുന്നു. ശേഷം ബെഞ്ചമിൻ ഫോണിൻ്റെ ഗാലറി തുറന്നു നോക്കി. അതിൽ അത്യാവശ്യം കുറേ ഫോട്ടോകൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ കുറേ ഫോട്ടോകൾ തീർത്തും സാധാ ഫോട്ടോകളാണ്. പിന്നീട് കണ്ടതിൽ കുറച്ച് ഫോട്ടോകളിൽ അത്യന്തം ഗുരുതരമായ കാര്യങ്ങളുണ്ടായിരുന്നു. ശേഷം വാട്സപ്പ് ചാറ്റുകളിലേക്ക് കടന്നു. അതിലും തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള മെസ്സേജുകളാണ് ഏറെയും ഉള്ളത്. ഇത് കണ്ട ബെഞ്ചമിന് ഫോണിൻ്റെ ഉടമ സാധാ ഒരാളല്ലെന്ന് മനസ്സിലായി. മാധവിൻ്റെയും അഭിപ്രായം മറിച്ചല്ലായിരുന്നു. ഫോൺ തിരികെ മാറ്റിവെച്ച ശേഷം ബെഞ്ചമിൻ തൻ്റെ കണ്ണുകളടച്ച് എന്തോ ആലോചനയിൽ മുഴുകി. മാധവ് ആ ഫോണിനെ ഏതോ വിചിത്ര വസ്തുവിനെ പോലെ നോക്കിക്കൊണ്ടേയിരുന്നു. നിമിഷങ്ങൾ കടന്നുപോയതും പെട്ടെന്ന് കോളിംഗ് ബെൽ മുഴങ്ങി. ഈ സമയം തന്നെ ബെഞ്ചമിൻ ചിന്തകളിൽ നിന്നും മുക്തനായിരുന്നു. മാധവ് കതകിൻ്റെ അടുത്തേക്ക് നടന്നു. ശേഷം കതക് തുറന്ന് പുറത്തു വന്നിരിക്കുന്നത് ആരാണെന്ന് അവൻ നോക്കി. അത് 30 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവാവായിരുന്നു. മോഡേൺ വസ്ത്രധാരിയായിരുന്ന യുവാവിൻ്റെ വേഷം കടുത്ത നീല ജീൻസും കറുപ്പ് ബനിയനുമായിരുന്നു. ഇടത്തെ കാതിൽ ഒരു വെള്ളക്കല്ലിൻ്റെ ചെറിയ കമ്മലുണ്ടായിരുന്നു. മുടിയും മീശയുമൊക്കെ പോലീസുകാരെ പോലെ തോന്നിക്കുന്നത് പോലെ വെട്ടിയൊതുക്കി ചീകി മിനുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഉറച്ച ശരീരമായിരുന്നു അയാളുടേത്. മാധവിനെ കണ്ടപാടെ അതിഥിയൊന്ന് പുഞ്ചിരിച്ചു. ശേഷം അതിഥിയെ മാധവ് അകത്തേക്ക് ക്ഷണിച്ചു. അയാൾ അകത്തേക്ക് കടന്നു വരുമ്പോഴേക്കും ആ ഫോൺ ബെഞ്ചമിൻ മാറ്റിവെച്ചിരുന്നു.
അതിഥിയെ കണ്ടതും ബെഞ്ചമിന് മുൻ പരിചയം തോന്നി. താങ്കളെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. ഒരുപക്ഷെ അതെൻ്റെ തോന്നലാകാം. ബെഞ്ചമിൻ തൻ്റെ മനസ്സിൽ തോന്നിയ സംശയം അതിഥിയോട് പങ്കുവച്ചു. അത് താങ്കളുടെ വെറും തോന്നലല്ല ഇച്ചായ. ഞാൻ പാലാ സർക്കിൾ ഇൻസ്പെക്ടർ ജെയ്സൺ ആൻ്റണി. പാലയിൽ വെച്ച് നടന്ന സിസിലി ആൻഡോ ദമ്പതികളുടെ മരണം കൊലപാതകമാണെന്ന് തെളിയിച്ചത് സാറായിരുന്നു. അന്ന് നമ്മൾ തമ്മിൽ ഒരുപാട് സംസാരിച്ചിരുന്നു. അന്ന് ഞാൻ പാലാ സ്റ്റേഷനിൽ SI ആയിരുന്നു. കഴിഞ്ഞ 3 ദിവസം മുമ്പ് ഞാൻ ഇച്ചായനെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. അന്ന് ഞാൻ കൊണ്ടുവന്ന ഫോൺ ഇവിടെ വെച്ച് മറന്നുപോയി. അത് ഞാൻ അന്വേഷിക്കുന്ന ഒരു കേസിൻ്റെ തെളിവായതിനാലും ഇവിടെ അത് സുരക്ഷിതമായിരിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടുമാണ് തിരിച്ചെടുക്കാൻ വരാൻ വൈകിയത്, ജെയ്സൺ പറഞ്ഞു നിർത്തി. ഈ സമയം ബെഞ്ചമിൻ്റെ മുഖത്തൊരു ചെറു പുഞ്ചിരി വിടർന്നു. ശേഷം അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. ജെയ്സൺ നേരിട്ട് അന്വേഷിക്കുന്ന കേസാണെങ്കിൽ എന്തോ കുഴപ്പം പിടിച്ച കേസാണെന്ന് ഊഹിക്കാമല്ലേ? ബെഞ്ചമിൻ ചോദിച്ചു നിർത്തി. അതേ ചായ, സത്യത്തിൽ ഇതൊരു കുഴപ്പം പിടിച്ച കേസാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു ഞാനന്ന് വന്നത്. അന്ന് ചായ വേറൊരു മീറ്റിങ്ങിലായിരുന്നു. അല്പസമയം ഞാൻ കാത്തിരുന്നുവെങ്കിലും അത്യാവശ്യമായി കമ്മീഷണർ ഓഫീസിൽ ചെല്ലാൻ ഒരു നിർദ്ദേശം ലഭിച്ചു. അതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ ഇറങ്ങി. പക്ഷെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ അബദ്ധവശാൽ ഇവിടെ വെച്ച് മറന്നുപോയി. എന്തായാലും പ്രശസ്ത കുറ്റാന്വേഷകൻ ബെഞ്ചമിൻ്റെ വീട്ടിൽ കയറി ആരും തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് കുറച്ച് വൈകിയാലും ഞാൻ സാറിനെ കാണാൻ ഇന്ന് വന്നത്. ഇച്ചായും ഫ്രീ ആണെങ്കിൽ നമുക്കതിനെപ്പറ്റി സംസാരിക്കാം. ജെയ്സൺ ആകാംക്ഷയോടെ ബെഞ്ചമിനെ നോക്കി. ബെഞ്ചമിൻ മാധവനിലേക്ക് തൻ്റെ നോട്ടം തിരിച്ചു. ആ നോട്ടത്തിൽ നിന്നും ബെഞ്ചമിൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവന് മനസ്സിലായി. ജെയ്സൺ, ഞാൻ കരുതി അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ മറന്നുവെന്ന്. ഒഫീഷ്യൽ ഡ്യൂട്ടിയിലല്ലാത്ത സമയം എന്നെ സാറെന്ന് വിളിച്ചതിന് അന്ന് ഞാൻ വഴക്ക് പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ടല്ലേ? താൻ പറഞ്ഞത് ശരിയാ. ഈ വീട്ടിൽ കയറി ആരും ഒന്നും എടുത്തുകൊണ്ട് പോവില്ല. 24 മണിക്കൂറും CCTVയുടെ കൺട്രോളുള്ള ഈ വീട്ടിൽ കയറി മോഷ്ടിക്കാനോ മറ്റ് അതിക്രമങ്ങൾക്കോ ആരും എന്നെ ധൈര്യപ്പെടില്ല. തനിക്കറിയാവുന്ന കാര്യമല്ലേ, അന്ന് കൊലപാതകയെ പിടികൂടുന്നതിന് മുമ്പ് അയാൾ ഇവിടെ കയറി എന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചത്. പക്ഷെ അയാൾക്കെന്ന് മതിൽ ചാടിയെന്ന് മാത്രമേ ഓർമ്മ കാണൂ. സെക്യൂരിറ്റി ഗാർഡ് നല്ല പണിയാണ് അയാൾക്ക് കൊടുത്തത്. താൻ വന്ന കാര്യം പറഞ്ഞോളൂ, സമയം കളയണ്ട. ബെഞ്ചമിൻ ഓർമ്മകൾ അയവിറക്കി. ഈ കേസിലേക്ക് എന്നെ നയിച്ചത് അടുത്തിടെ കിട്ടിയ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പരാതിയാണ്. സുഹൃത്തെന്ന് പറഞ്ഞാൽ എന്നേക്കാൾ 10-15 വയസ്സ് മുതിർന്ന വ്യക്തിയാണ്. ഈ പരാതി തരാൻ വന്നപ്പോൾ 44-കാരനായ കൈലാസ്നാഥ് 70 വയസ്സുള്ളൊരു വൃദ്ധനെ പോലെ രൂപം മാറിയിരിക്കുന്നു. കുറച്ച് നാളുകൾ കൊണ്ട് അദ്ദേഹം വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നു. മാനസികമായി ഒട്ടും തന്നെ അദ്ദേഹത്തിന് സ്വസ്ഥത ഇല്ലായിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. പരാതിക്കുപരി അദ്ദേഹത്തിന് എന്തോ ഒരു കാര്യം വേട്ടയാടുന്നുണ്ടായിരുന്നു. ആ പരാതി ഞാൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞ് ഇച്ചായനത് വായിക്കാം. കൈലാസ്നാഥിനെ എനിക്ക് എൻ്റെ ചെറുപ്പനാൾ മുതൽ തന്നെ അറിയാം. എൻ്റെ അയൽവാസിയായിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ എൻ്റെ ബാല്യകാല സുഹൃത്തിൻ്റെ പിതാവിൻ്റെ സഹോദരി പുത്രനാണ് അദ്ദേഹം. പാരമ്പര്യമായി കൈമാറി വന്ന ഏറെ പഴക്കമുള്ള തറവാട്ടിലാണ് അദ്ദേഹത്തിൻ്റെ താമസം. പണ്ടുകാലത്തെ ജന്മി കുടിയാന്മാരുടെ പിൻതലമുറക്കാരിൽപ്പെട്ടയാളാണ് അദ്ദേഹം. മന്ത്രങ്ങളും തന്ത്രങ്ങളും ദുഷ്കർമ്മങ്ങളും കാരണവന്മാർ നടത്തിയിരുന്നു. ദൈവത്തിൽ അമിതമായി വിശ്വസിക്കുന്ന ഒരാളായിരുന്നു കൈലാസ്നാഥ്. അടുത്ത 10 വർഷക്കാല സമയം കൊണ്ട് കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ദുരൂഹമായി മരിച്ചിരിക്കുന്നു. ഇനി അവശേഷിക്കുന്നത് കൈലാസ്നാഥും അദ്ദേഹത്തിൻ്റെ അനുജനും എൻ്റെ സുഹൃത്തും അവൻ്റെ ജ്യേഷ്ഠനും മാത്രമാണ്. ബാക്കി രക്തബന്ധങ്ങളെല്ലാം മണ്ണിലലിഞ്ഞു. കൊലപാതക കാരണമോ കൊലപാതകി ആരാണെന്നോ വ്യക്തമാക്കാത്ത മരണങ്ങളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വല്ലാത്തൊരു വിചിത്രമായിരുന്നു. ഹൃദയാഘാതവും രക്തസ്രാവവും ഉൾപ്പെടെ ഒരുപാട് മുറിവുകൾ ഭൂരിപക്ഷം പേരുടെയും ശരീരങ്ങളിൽ ദൃശ്യമായിരുന്നു. അതിലൊരാളുടെ പല്ലുകളോ നഖങ്ങളോ ശരീരത്തിലില്ലായിരുന്നു. അവയവങ്ങൾ പോലും നഷ്ടപ്പെട്ടവരുണ്ട്. പ്രേതമോ ഭൂതമോ എന്തോ ആണെന്നാണ് പരാതിക്കാരൻ പറഞ്ഞത്. അഥവാ ആരെങ്കിലും കൊന്നതാണെങ്കിൽ അതിൻ്റെ തെളിവുകളില്ലായിരുന്നു എന്നും അദ്ദേഹം സൂചിപ്പിച്ചു. കാരണം പോലീസിന് പോലും പ്രതിയെക്കുറിച്ചൊരു സൂചന പോലും ലഭിച്ചില്ല. പക്ഷെ ഒരു കാര്യം അദ്ദേഹം പറയുന്നത് ഡെഡ് ബോഡി കിടന്നിരുന്ന പരിസരത്ത് ഒരു അജ്ഞാത ജീവിയുടെ കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നതാണ്. മരണപ്പെട്ട വ്യക്തികളുടെ ശരീരത്തിനുണ്ടായിരുന്ന മുറിവുകൾ കൃത്യമായ മർമ്മസ്ഥാനത്തായിരുന്നു. ഒരു പ്രഗത്ഭനായ ഡോക്ടർ സർജിക്കൽ ബ്ലേഡ് കൊണ്ടുണ്ടാക്കുന്ന മുറിവ് പോലെ. അതിലൂടെയാണ് രക്തം വാർന്നു പോയിരിക്കുന്നത്. എന്നാൽ മൃതദേഹം കിട്ടിയ സ്ഥലത്ത് നിന്നോ തറവാടിനുള്ളിൽ നിന്നോ അതിൻ്റെ പരിസരത്ത് നിന്നോ യാതൊരുവിധ തെളിവുകളോ മറ്റോ ലഭിച്ചിട്ടില്ല. എങ്ങും രക്തത്തിൻ്റെ ഒരു അംശം പോലും കണ്ടുകിട്ടിയിരുന്നില്ല. എന്നാൽ പല ശരീരങ്ങളും തീർത്തും വികൃതമായ നിലയിലായിരുന്നു കണ്ടുകിട്ടിയിരുന്നത്. ചുരുക്കം പേരുടേത് മാത്രമാണ് കുറഞ്ഞ മുറിവുകളോടെ കണ്ടെത്തിയത്. എന്നാലും അതിൽ മരണകാരണമായി പറയുന്നത് ഹൃദയാഘാതവും രക്തസ്രാവവുമാണ്. ഈ കേസ് എന്നെ വളരെയധികം കുഴപ്പിക്കുന്നുണ്ട് സാർ. കാരണം ചില കാര്യങ്ങളൊന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല സാർ. ക്രൈം നടന്ന സ്ഥലം ഞാൻ പോയി കണ്ടിരുന്നു. തികച്ചും നെഗറ്റീവ് അന്തരീക്ഷമാണ് അവിടെയുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹൃദയാഘാതവും രക്തസ്രാവവും ഉണ്ടെന്ന് കൊടുത്തിരിക്കുന്നു. എങ്കിലും ഇതുവരെ അതിൻ്റെ കാര്യകാരണങ്ങൾ കണ്ടുപിടിക്കുവാൻ പോലീസിനോ മറ്റോ സാധിച്ചിട്ടില്ല.
ഈ കേസിൽ ഇച്ചായൻ്റെ സഹായം ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. ദയവായി ഞങ്ങളുടെ കൂടെ നിന്നും ഞങ്ങളെ സഹായിക്കണം. ഒന്നെനിക്ക് ഉറപ്പാണ്, ഇതിൻ്റെ പിന്നിൽ ഒരു അമാനുഷിക ശക്തിയൊന്നുമല്ല. അതീവ ബുദ്ധിയോടുകൂടി അക്രമം നടത്തുന്ന ഒരു സൈക്കോ കില്ലറാണ്, ജെയ്സൺ ബെഞ്ചമിനോട് പറഞ്ഞു. ഇത്രയും കേട്ടതും ബെഞ്ചമിൻ എന്തൊക്കെയോ ചിന്തിച്ച് കണ്ണോളടച്ച് സോഫയിൽ ചാരിയിരുന്നു. 2 നിമിഷം കഴിഞ്ഞതും അദ്ദേഹം കണ്ണു തുറന്ന് കേസിൽ സഹായിക്കാമെന്ന് ജെയ്സന് വാക്കുകൊടുത്തു. ശേഷം അദ്ദേഹത്തിന് നന്ദി പറഞ്ഞ് ജെയ്സൺ അവിടെ നിന്നും മടങ്ങി. തെളിവായിരുന്ന ഫോൺ ബെഞ്ചമിൻ തന്നെ കൈവശം വെച്ചു. അദ്ദേഹം അത് വിശദമായി പരിശോധിക്കുവാൻ തുടങ്ങി. ഏകദേശം അരമണിക്കൂർ സമയം കഴിഞ്ഞപ്പോൾ മാധവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഫോൺ വിളിച്ചത് മറ്റാരുമായിരുന്നില്ല, ജെയ്സണായിരുന്നു. അത് ബെഞ്ചമിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടാതിരുന്നത് കൊണ്ടാണ് മാധവിൻ്റെ ഫോണിലേക്ക് അവൻ വിളിച്ചത്. മാധവിൻ്റെ മുഖഭാവത്തിൽ നിന്നും അത്രയ്ക്കും അത്യാവശ്യമായ എന്തോ സംഭവമാണെന്ന് ബെഞ്ചമിന് തോന്നി. ചേട്ടായി, നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും അല്ലല്ലോ കാര്യങ്ങളുടെ പോക്ക്. ജെയ്സണാണ് വിളിച്ചത്. കൊലപാതകങ്ങൾക്ക് പിന്നിലെ കാരണം വളരെയേറെ കുഴപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ശാസ്ത്രത്തിനപ്പുറമുള്ള എന്തോ ഒരു ശക്തിയാണ് ഇതിനെല്ലാം കാരണമെന്നാണ് കരുതുന്നത്. അങ്ങനെയാണെന്നാണ് കൈലാസ്നാഥ് ഇപ്പോഴും ജെയ്സനെ കണ്ടു പറഞ്ഞത്. അവരുടെ കുടുംബത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്തോ ശാപം ലഭിച്ചിരുന്നുവെന്നും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നും കൈലാസ്നാഥ് പറഞ്ഞു അത്രേ. പിന്നെ ഒരു കാര്യം കൂടി ജെയ്സൺ പറഞ്ഞിരുന്നു. അവരുടെ കുടുംബത്തിലെ ഒരു അംഗം കൂടി കാണാതായിരിക്കുന്നു. ഇന്നലെ രാത്രി വരെ കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു ഇന്ന് രാവിലെ മുതൽ കാണാതായത്. ഇത് നമുക്കൊരു വെല്ലുവിളിയാകുമോ ചേട്ടായി? മാധവ് തൻ്റെ സംശയം ബെഞ്ചമിനോട് പങ്കുവച്ചു. ബെഞ്ചമിൻ്റെ മുഖത്ത് എന്തൊക്കെയോ സംശയത്തിൻ്റെ നിഴൽ മിന്നുമറഞ്ഞു. ഉടൻ തന്നെ ഇരുവരും ജെയ്സനെ കാണുവാൻ പുറപ്പെട്ടു. ഇറങ്ങിയപ്പോൾ ബെഞ്ചമിന് തൻ്റെ ഓഫീസിൽ കയറേണ്ട കാര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഓഫീസിലും മറ്റും 1-2 ഇടത്തും കയറി 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ അവരിരുവരും ജെയ്സനെ കണ്ടുമുട്ടി. ജെയ്സൺ സ്റ്റേഷനിലായിരുന്നു. അവർ ഇരുവരും ജെയ്സന്റെ ക്യാബിനിലിരുന്ന ശേഷം അറിഞ്ഞ വിവരങ്ങൾ ചർച്ച ചെയ്യുവാൻ തുടങ്ങി. ജെയ്സണായിരുന്നു പറഞ്ഞു തുടങ്ങിയത്. ഞാൻ അവിടെ നിന്നും ഇറങ്ങി ഇവിടെ എത്തിയ ശേഷം കൈലാസ്നാഥ് എന്നെ കാണാൻ വന്നിരുന്നു. റിട്ടേൺ കംപ്ലൈൻ്റ് ആയിട്ട് എഴുതി വാങ്ങാൻ കഴിയാത്ത കാര്യങ്ങളാണ് അയാൾ പറയുന്നത്. പക്ഷെ പറഞ്ഞതിൽ ഒരു കാര്യം കംപ്ലൈൻ്റ് ആയിട്ട് എഴുതി വാങ്ങി. ദുരൂഹ സാഹചര്യത്തിൽ എൻ്റെ സുഹൃത്തിൻ്റെ പിതാവിനെ കാണാതെയായി. അതും അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പരാതി നൽകുവാനാണ് അദ്ദേഹം വന്നത്. ഇന്നലെ രാത്രി വരെ എൻ്റെ സുഹൃത്തിൻ്റെ പിതാവ് സോമശേഖരൻ ആ തറവാട്ടിലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ മുതൽ അദ്ദേഹത്തെ കാണാനില്ല. എവിടെ പോയെന്ന് പറഞ്ഞതുമില്ല. ഫോണും സ്വിച്ച് ഓഫാണ്. ശേഷം അയാൾ പറഞ്ഞത് അയാളുടെ മുൻഗാമികളിൽ ആർക്കോ കിട്ടിയ എന്തോ ശാപം കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. തുടക്കത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി അദ്ദേഹം പറഞ്ഞു വരുന്നത് ഇതെല്ലാം അമാനുഷിക ശക്തികൾ കാരണമാണ് നടക്കുന്നത്. ഇതെനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല, വിശ്വസിക്കാതിരിക്കുവാനും പറ്റുന്നില്ല. അദ്ദേഹം പറയുന്നത് വിശ്വസിക്കണോ അതോ ശാസ്ത്രീയ വശവുമായി ബന്ധിപ്പിച്ചു പോകണോ? എന്തോ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ജെയ്സനാകെ കുഴഞ്ഞ മട്ടിലാണ്. ജെയ്സൺ, താൻ വിഷമിക്കണ്ട. നമുക്ക് ഒരുമിച്ച് ഈ കേസ് പരിഹരിക്കാം. താൻ കേസുമായി ബന്ധപ്പെട്ട സകല രേഖകളും സാക്ഷിമൊഴികളും മറ്റും 2 ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് കൈമാറുക. ഞാൻ വിശദമായി കേസൊന്ന് പഠിക്കട്ടെ. പിന്നെ താൻ തന്ന ഫോണിൽ കേസുമായി ബന്ധപ്പെട്ട കുറേ ചിത്രങ്ങളും വീഡിയോകളുമുണ്ട്. മനുഷ്യനാണോ യക്ഷിയാണോ എന്ന് നമുക്ക് കേസ് മുന്നോട്ട് പോകുമ്പോൾ തനിയെ മനസ്സിലാകും. ഇതൊരു മനുഷ്യനാണെങ്കിൽ അവനെ അല്ലെങ്കിൽ അവളെ മണിച്ചിത്ര താഴിട്ട് ഞാൻ പൂട്ടും. ഒരുപക്ഷെ വന്യമൃഗമോ മറ്റോ ആണെങ്കിൽ അങ്ങനെയാകാൻ യാതൊരുവിധ ചാൻസും കാണുന്നില്ല. അങ്ങനെയൊന്നുണ്ടെങ്കിൽ പിന്നീട് ഭൂമിയിൽ അവ കാണില്ല. അതുമല്ല, അമാനുഷിക ശക്തികൾക്കാണെങ്കിൽ അവയേക്കാൾ ദുർബലമായ മനുഷ്യരെ ഇല്ലാതാക്കാൻ നിസ്സാരമായി സാധിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, ബെഞ്ചമിൻ പറഞ്ഞു നിർത്തി. നമ്മളൊരു പഴുതുപോലും ഇടാതെ അതിവിദഗ്ധമായി തന്നെ മുന്നോട്ട് പോകണം. കാണാതായിരിക്കുന്ന ജെയ്സന്റെ സുഹൃത്തിൻ്റെ പിതാവ് ഒന്നുകിൽ ഇപ്പോൾ നരകയാതന അനുഭവിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹം ഈ ഭൂമി വിട്ട് പോയി കാണും. ഇതുവരെയുള്ള സാഹചര്യം വെച്ച് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. മാധവ് ബെഞ്ചമിനോടും ജെയ്സനോടും പറഞ്ഞു. ഈ കേസിൻ്റെ ആദ്യ അന്വേഷണം ആ പുരാതനമായ തറവാട്ടിൽ നിന്നും തുടങ്ങാം. ശംഭോ മഹാദേവ. ഇതും പറഞ്ഞുകൊണ്ട് ബെഞ്ചമിൻ മാധവിനെ നോക്കി. എന്തിനാണ് ശംഭോ മഹാദേവ പറഞ്ഞതെന്ന് മാധവിന് കൃത്യമായി തന്നെ മനസ്സിലായി. ശേഷം ജെയ്സനെ കൂട്ടി ഇരുവരും കൈലാസ്നാഥിൻ്റെ തറവാട്ടിലേക്ക് തിരിച്ചു. ഈ അസ്വാഭാവിക കൊലപാതക കേസ് ബെഞ്ചമിൻ ഏറ്റെടുത്ത വിവരം DGP ജോസഫ് കുരുവിള അറിഞ്ഞു. അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് അറിയുവാൻ ബെഞ്ചമിനെ ഫോണിൽ കോൺടാക്ട് ചെയ്തു നേരിൽ കാണാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ആ പഴയ തറവാട്ടിലേക്ക് പോയ ശേഷം ബെഞ്ചമിൻ DGP ഓഫീസിലേക്ക് പുറപ്പെട്ടു. ഓഫീസിൽ ചെന്നപ്പോൾ DGP ജോസഫ് കുരുവിള ആരുമായിട്ട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ബെഞ്ചമിനെ കണ്ടപാടെ അദ്ദേഹം സംസാരം നിർത്തി ഫോൺ കട്ടാക്കി ബെഞ്ചമിനോട് ഇരിക്കുവാൻ ആവശ്യപ്പെട്ടു. ശേഷം അവർ കേസിനെ കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങി. എടോ ബെഞ്ചമിനെ, തനിക്ക് ഊരാക്കുടുക്കിലേക്ക് നയിക്കുന്ന കേസ് ഏറ്റെടുക്കേണ്ട കാര്യം വല്ലതുണ്ടായിരുന്നോ? അതിനേക്കാൾ പ്രാധാന്യമായ മറ്റ് കേസുകളുണ്ടല്ലോ. അവരുടെയൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രക്തം വാർന്നും ഹൃദയാഘാതവും കൊണ്ടാണ് മരണം സംഭവിച്ചതെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. എന്നാൽ ചില മരണങ്ങൾ ഗുരുതരമായ രീതിയിലും സംഭവിച്ചിട്ടുണ്ട്.
ഇവിടെ അതല്ല പ്രശ്നം. ഇതുവരെയായിട്ടും പോലീസിന് ഒരു സൂചന പോലും പ്രതികളെക്കുറിച്ച് അല്ലെങ്കിൽ പ്രതിയെക്കുറിച്ച് കിട്ടിയിട്ടില്ല. പിന്നെ എന്തിനാണ് താൻ ഈ വള്ളിക്കേസ് എടുത്തത്? എടോ, ഈ കേസ് കൊണ്ടുവന്ന ആൾക്ക് വല്ല കുഴപ്പമുണ്ടാവും. ജോസഫ് കുരുവിള തൻ്റെ അമർഷം പറഞ്ഞു. സാർ, ഈ കേസ് ഞാൻ നല്ലവണ്ണം നോക്കിയിട്ടാണ് ഏറ്റെടുത്തത്. ഒന്നാമത്തെ കാര്യം, പാലാ CI ജെയ്സൺ 3-4 ദിവസം മുന്നേ എന്നെ കാണാൻ വന്നിരുന്നു. അന്ന് അദ്ദേഹത്തെ കാണുവാനോ സംസാരിക്കുവാനോ എനിക്ക് സാധിച്ചില്ല. അബദ്ധവശാൽ ഈ കേസിൻ്റെ ഒരു പ്രധാന തെളിവായ സ്മാർട്ട് ഫോൺ എൻ്റെ വീട്ടിൽ വെച്ച് ജെയ്സൺ മറന്നുപോയി. ശേഷം ഇന്നാണ് ജെയ്സൺ എന്നെ കാണാൻ വരുന്നത്. ശേഷം ആ ഫോൺ പരിശോധിച്ചതിൽ നിന്നും കൂടുതൽ തെളിവുകൾ ലഭിച്ചു. ഈ തെളിവുകൾ കേസ് തെളിയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് സാർ. കാരണം ആ ഫോണിൽ തന്നെ ഒരുപാട് വാട്സപ്പ് ചാറ്റുകളും ഫോൺ കോൾ റെക്കോർഡ്സുകളും ഫോട്ടോകളും വീഡിയോകളും ഉണ്ട്. പക്ഷെ കൊലപാതകയുടെ മുഖം ഒന്നും തന്നെ അതിൽ പതിഞ്ഞിട്ടില്ല. കൂടിപ്പോയാൽ 2 ആഴ്ച. അതിൻ്റെ ഉള്ളിൽ തന്നെ കോൾഡ് കേസാകാൻ സാധ്യതയുണ്ടായിരുന്ന ഈ കേസ് നമ്മൾ തെളിയിക്കും. അല്ലെങ്കിൽ മരണപ്പെട്ടവർക്ക് നീതി ലഭിക്കില്ല. അപകടകാരിയായ കൊലയാളി ഇനിയും കൊലകൾ നടത്തും. ഇത് തെളിയിക്കേണ്ടത് നമ്മുടെ തന്നെ ആവശ്യമാണ് സാർ. അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തന്നെയാണ് അതിൻ്റെ നാണക്കേട്. കാരണം 10 വർഷത്തിലധികമായി നടന്നുവരുന്ന കൊലപാതക പരമ്പരയുടെ കാരണത്തെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിലും ഒരു സൂചനയെങ്കിലും കണ്ടുപിടിക്കാനോ കേരള പോലീസിലെ ഡിപ്പാർട്ട്മെന്റിന് കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അവരതിന് ശ്രമിച്ചിട്ടില്ല. ഈ കേസിന്റെ തുമ്പ് കണ്ടുപിടിക്കാൻ ഇറങ്ങി പുറപ്പെട്ട മുൻ സർക്കിൾ ഇൻസ്പെക്ടർ ബെൻസൺ കിടപ്പിലായിട്ട് 3 വർഷം ആകാൻ പോകുന്നു. അദ്ദേഹത്തിന് പറ്റിയത് ആക്സിഡന്റ് ആയിരുന്നില്ലല്ലോ, കൊലപാതക ശ്രമമായിരുന്നു. ഇനി എന്തായിരുന്നാലും ശരി, ഈ കേസ് ഞാൻ തെളിയിച്ചിരിക്കും. ബെഞ്ചമിന്റെ ഈ ഒരു ഉറപ്പിന്മേൽ DGP ഒരുവിധം കേസ് അന്വേഷണത്തിന് സമ്മതം അറിയിച്ചു. അതിനുവേണ്ടി പേപ്പേഴ്സ് എല്ലാം തയ്യാറാക്കി നൽകാമെന്ന് കുരുവിള ബെഞ്ചമിന് ഉറപ്പ് നൽകി. രാത്രി 9 മണിയോടെ ബെഞ്ചമിൻ തന്റെ വീട്ടിലേക്ക് മടങ്ങി. പതിവിലും വിപരീതമായി മാധവ് നേരത്തെ തന്നെ വീട്ടിലേക്ക് തിരിച്ചിരുന്നു. വീട്ടിലെത്തിയതും കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിച്ച് തന്റെ ലാപ്ടോപ്പുമായി മുകളിലെ ബാൽക്കണിയിലെ ചാരുകസാരയിലേക്ക് ഇരുന്നു. കൂടെ മാധവും ഉണ്ടായിരുന്നു. മാധവ് താൻ തറവാട്ടിൽ വെച്ചെടുത്ത ചിത്രങ്ങൾ പരിശോധിക്കുകയായിരുന്നു. ക്രൈം നടന്ന സ്ഥലങ്ങളിലെ ചിത്രങ്ങൾ, തറവാടിന്റെ ചിത്രങ്ങൾ, തറവാടിനോട് ചേർന്നുള്ള വിശാലമായ കാടിനുള്ളിലെ കാവിന്റെ ചിത്രങ്ങൾ. അങ്ങനെ ഓരോന്നും പരിശോധിച്ചുകൊണ്ടിരിക്കെ ഒരു ചിത്രത്തിൽ അവന്റെ കണ്ണുകൾ കുടുങ്ങി. കാവിനുള്ളിലെ ആ ഒരു വലിയ ആൽമരത്തിന്റെ ചിത്രമായിരുന്നു അത്. അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവൻ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം പക്ഷെ മാധവിന്റെ ക്യാമറ കണ്ണുകൾ ഒപ്പിയിരുന്നു. ആ കൂറ്റൻ മരത്തിന്റെ ഏറ്റവും മുകളിലായി എന്തോ ഒന്ന് തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. വളരെ സൂക്ഷ്മതയോടെ നോക്കിയത് കൊണ്ടാണ് മാധവിന്റെ കണ്ണിൽ അത് അകപ്പെട്ടത്. അതൊരു മനുഷ്യ ശരീരമല്ല എന്ന് അവന് മനസ്സിലായി. ഒന്നുകൂടി സൂം ചെയ്ത് നോക്കിയപ്പോൾ അതൊരു ചാക്കുകെട്ടാണെന്ന് അവന് മനസ്സിലായി. ചണത്തിന്റെ ആ ചാക്കുകെട്ടിൽ ചുവപ്പ് പടർന്നിരിക്കുന്നതായി മാധവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മാധവ് ഉടൻ തന്നെ ആ ചിത്രം ബെഞ്ചമിനെ കാണിച്ചു. ബെഞ്ചമിന്റെ ഉള്ളിലും അപായത്തിന്റെ മണി മുഴങ്ങി. ഈ വിവരം ഉടൻ തന്നെ ജെയ്സണോട് വിളിച്ചു പറഞ്ഞു. മൂവരും അതിരാവിലെ തന്നെ ആ പുരാതന തറവാട്ടിലേക്ക് ഒരുമിച്ച് പോകാമെന്ന് തീരുമാനിച്ചു. പക്ഷെ അവർ ചെല്ലുന്നതിനെക്കുറിച്ച് തറവാട്ടിലുള്ളവർക്ക് ഒരു സൂചനയും നൽകരുതെന്ന് അവർ പരസ്പരം ഉറപ്പിച്ചു. തെളിവായി കിട്ടിയിരുന്ന ഫോൺ കുറച്ചുകൂടി പരിശോധിച്ച ശേഷം മാധവും ബെഞ്ചമിനും ഉറങ്ങുവാൻ പോയി. അപ്പോഴും തറവാട്ടിലെ കാവിനുള്ളിലെ ആ വലിയ ആൽമരത്തിന്റെ ചില്ലയിൽ കെട്ടിയിട്ടിരുന്ന ആ ചാക്കുകെട്ട് കാറ്റിൽ ആടുന്നുണ്ടായിരുന്നു. അത് രാവിലെ തന്നെ മൂവരും ആ തറവാട്ടിലേക്ക് യാത്ര തിരിച്ചു. നല്ല തണുപ്പുള്ള ദിവസമായിരുന്നു. എന്നിരുന്നാലും മൂവരുടെയും തല ഓരോ ചിന്തകൾ കൊണ്ട് ചൂടുപിടിച്ചു. തറവാട്ടിലെത്തുന്നതുവരെ ആരും പരസ്പരം ഒന്നും മിണ്ടിയിരുന്നില്ല. ഇടയ്ക്ക് ബെഞ്ചമിന്റെ ഫോണിലേക്ക് ആരൊക്കെയോ വിളിച്ചിരുന്നു. ഇടയ്ക്കൊരു ചായക്കടയിൽ വണ്ടി നിർത്തി ഓരോ ചായ കുടിച്ച ശേഷം വീണ്ടും യാത്ര തുടർന്നു. ഏതാണ്ട് 40 മിനിറ്റ് കഴിഞ്ഞതും അവർ തങ്ങളുടെ കേസിന്റെ ഉറവിടമായ ആ വലിയ തറവാട്ടിൽ എത്തിച്ചേർന്നു. ശേഷം ബെഞ്ചമിന്റെ കയ്യാൽ തറവാടിന്റെ ഉമ്മറത്ത് കെട്ടിയിരുന്ന മണി 3 വട്ടം ശബ്ദിച്ചു. അകത്തു നിന്നും കാലൊച്ച അടുത്ത് വരുന്നുണ്ടായിരുന്നു. അത് കൈലാസ്നാഥ് ആകുമെന്ന് അവർ കരുതി. പക്ഷെ അവരുടെ ചിന്തകൾക്ക് വിപരീതമായി വാതിൽ തുറന്നത് ജെയ്സന്റെ ബാല്യകാല സുഹൃത്ത് മഹാദേവായിരുന്നു. തങ്ങൾ പ്രതീക്ഷിക്കാത്ത ആളെ കണ്ടതും മൂവരും ആശ്ചര്യപ്പെട്ടു. ഒടുവിൽ അവൻ സ്വയം പരിചയപ്പെടുത്തി. അവന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടായിരുന്നു. അവൻ അതിഥികൾ മൂവരെയും അകത്തേക്ക് ക്ഷണിച്ചു. ശേഷം അല്പം കാര്യങ്ങൾ അവനോട് ചോദിച്ചറിഞ്ഞു. അപ്പോഴേക്കും അവരുടെ ശബ്ദം കേട്ട് കൈലാസ്നാഥ് അങ്ങോട്ടേക്ക് വന്നിരുന്നു. പെട്ടെന്ന് അവരെ കണ്ടതും ഒരുതരം ഭയം അദ്ദേഹത്തിന്റെ മുഖത്ത് മിന്നിമറഞ്ഞു. മറ്റാരും ശ്രദ്ധിച്ചില്ല എങ്കിലും അയാളുടെ മുഖത്ത് മിന്നിമറഞ്ഞ ആ ഭാവം ബെഞ്ചമിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ബെഞ്ചമിൻ അത് പുറമേ പ്രകടിപ്പിച്ചില്ല. തങ്ങൾ കേസിന്റെ കാര്യത്തിനാണ് വന്നതെന്നും തറവാടും പരിസരവുമൊക്കെ ഒന്നുകൂടി പരിശോധിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. യാതൊരുവിധ മടിയുമില്ലാതെ മഹാദേവ് അതിനെ സമ്മതിച്ചിരുന്നുവെങ്കിലും കൈലാസ്നാഥ് സമ്മതിക്കുവാൻ ഒരു നിമിഷം മടിച്ചു നിന്നു. ശേഷം ബെഞ്ചമിൻ ജെയ്സന്റെ പക്കൽ നിന്നും മഹാദേവിന്റെ ഫോൺ നമ്പർ വാങ്ങി കോൾ ഡേറ്റ വിവരങ്ങളും മറ്റും പരിശോധിക്കുന്നതിനായി സൈബർ സെല്ലിൽ വിളിച്ച് ഫോൺ നമ്പർ പങ്കുവച്ചു.
കൈലാസ്നാഥിൻ്റെ ഫോൺ നമ്പർ മുന്നേ തന്നെ സൈബർ സെല്ലുമായി പങ്കുവച്ച് കോൾ ഡേറ്റ വിവരങ്ങളും ലൊക്കേഷൻ വിവരങ്ങളും എല്ലാം കളക്ട് ചെയ്തിരുന്നു. അതിനുശേഷം അവർ തറവാട്ടിലും പരിസരത്തും ഒന്നും ചുറ്റി നടന്ന് നിരീക്ഷിച്ചു. ശേഷം കാവിൻ്റെ ഭാഗത്തേക്ക് നടന്നു. കാവിൻ്റെ അതിർത്തിയിലേക്ക് കാലെടുത്ത് വെച്ചതും ഒരു ഇളം കാറ്റ് വീശി. ആ കാറ്റിന് രക്തത്തിൻ്റെ ഗന്ധമായിരുന്നു. ഓരോ ഇടത്തും നിരീക്ഷിക്കുന്നത് പോലെ കാണിച്ച മൂവരും ആ വലിയ ആൽമരത്തിൻ്റെ ചുവട്ടിലേക്ക് വന്നു. അപ്രതീക്ഷിതമായി മുകളിലേക്ക് നോക്കുന്നത് പോലെ ബെഞ്ചമിൻ ആൽമരത്തിൻ്റെ മുകളിലേക്ക് നോക്കി. ആ സമയം ആ ചാക്കുകെട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ബെഞ്ചമിനോടൊപ്പം തന്നെ ബാക്കിയുള്ളവരും മുകളിലേക്ക് നോക്കി. എല്ലാവരുടെയും മുഖത്ത് ഒരേപോലെ എന്തോ ഭാവം മിന്നിമറഞ്ഞു. എന്താ അത്? ഒരു ചാക്കുകെട്ടല്ലേ തൂങ്ങിക്കിടക്കുന്ന? ഇതിങ്ങനെ ഇവിടെ വന്നു? ആരാണിത് ഇവിടെ കൊണ്ടുകിട്ടിയത്? കൈലാസ്നാഥ് പരിഭ്രമപ്പെട്ടതുപോലെ പറഞ്ഞു. ശേഷം ജെയ്സൺ പോലീസ് സ്റ്റേഷനിലേക്ക് ബന്ധപ്പെട്ട് കുറച്ച് പോലീസുകാരോട് അങ്ങോട്ടേക്ക് വരുവാൻ ആവശ്യപ്പെട്ടു. ബെഞ്ചമിൻ DGP ജോസഫ് കുരുവിളയെ വിവരമറിയിച്ചു. അതിനുശേഷം ഫയർഫോഴ്സിന്റെ സഹായം തേടി. ഏകദേശം 15 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ പോലീസും ഫയർഫോഴ്സും സംഭവ സ്ഥലത്തെത്തി. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഓരോ ഉപകരണങ്ങളുടെ സഹായത്തോടെ ആൽമരത്തിന്റെ ആ ശിഖരത്തിന്റെ അടുത്തെത്തിയതും ദുർഗന്ധം അവരുടെ മൂക്കിന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറി. എങ്ങനെയൊക്കെയോ ചാക്കിന്റെ കെട്ടഴിച്ച് സുരക്ഷിതമായി താഴെ ഇറക്കി. DGP വിളിച്ചറിയിച്ചതുകൊണ്ട് ഫോറൻസിക് ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തെത്തി. ചാക്കുകെട്ട് താഴെ എത്തിയതും കൂടി നിന്ന ഉദ്യോഗസ്ഥരെല്ലാം ഒരേപോലെ മൂക്കുപൊത്തി. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ തന്നെ തങ്ങളുടെ ഉപകരണങ്ങൾ വെച്ച് ആ ചാക്കുകെട്ട് മുറിച്ചു. അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് കണ്ട് എല്ലാവരും ഒരു നിമിഷം പകച്ചു നിന്നുപോയി. കൈകാലുകൾ കൂട്ടിക്കെട്ടിയ നിലയിൽ ഗർഭസ്ഥ ശിശുവിനെ പോലെ ചുരുട്ടിക്കെട്ടിയ ഒരു മനുഷ്യരൂപം. ആ മനുഷ്യന്റെ മുഖം ആകെ വികൃതമായിരുന്നു. മുഖത്തെ ചർമ്മം മുഴുവനും പൊള്ളിയടർന്ന പോലെ കാണപ്പെട്ടു. പിൻകഴുത്തിന്റെ ഭാഗത്തായിട്ട് ആഴത്തിലുള്ള എന്നാൽ വളരെ ചെറുതും എന്ന് തോന്നിക്കുന്ന ഒരു മുറിവ് കാണപ്പെട്ടു. ശരീരം ഉടൻ തന്നെ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് അയച്ചു. ശേഷം പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും സംഭവ സ്ഥലത്ത് നിന്നും പോയി. ഫോറൻസിക് ഉദ്യോഗസ്ഥർ അവിടെ നിന്നും തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു. കൊല്ലപ്പെട്ടത് ജെയ്സന്റെ ബാല്യകാല സുഹൃത്തായ മഹാദേവിന്റെ പിതാവ് സോമശേഖരനായിരുന്നു. കാണാതായ പിതാവിനെ ഈ വിധം കണ്ടെത്തിയപ്പോൾ ആ മകന്റെ നെഞ്ചു പിടഞ്ഞു. തുടർന്ന് ബെഞ്ചമിനും സംഘവും മഹാദേവിനെയും കൈലാസ്നാഥിനെയും ചോദ്യം ചെയ്യുവാൻ ആരംഭിച്ചു. ആദ്യമായി ചോദ്യങ്ങൾ ചോദിച്ചത് മരണപ്പെട്ട വ്യക്തിയുടെ മകനോടായിരുന്നു. എന്നാണ് തൻ്റെ പിതാവിനെ കാണാതായതെന്ന് ബെഞ്ചമിൻ ചോദിച്ച ചോദ്യത്തിന് മഹാദേവ് അതീവ ദുഃഖത്തോടെയാണ് മറുപടി നൽകിയത്. ഞാൻ വന്നതിൻ്റെ തലേ ദിവസം, അതായത് ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി വരെ അച്ഛൻ ഏട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ഏട്ടൻ പറഞ്ഞത്. ഇന്നലെ രാവിലെ മുതൽ കാണാനില്ലായിരുന്നു. പിന്നീട് പരാതി നൽകിയെന്നും പറഞ്ഞു. ഞാൻ ബാംഗ്ലൂരിൽ നിന്നും ഫ്ലൈറ്റിൽ നാട്ടിലെത്തിയപ്പോൾ രാത്രി 10 മണിയോടെ അടുത്തിരിക്കുന്നു. അവിടെ നിന്നും ഒരു ടാക്സി കാറിൽ തറവാട്ടിലെത്തിയപ്പോൾ പുലർച്ചെ ഒരു 2 മണിയോടെ അടുത്തിരുന്നു. പക്ഷേ എന്നും എന്നെ വിളിക്കുമായിരുന്ന അച്ഛൻ കഴിഞ്ഞ 2 ആഴ്ചയായി എന്നെ വിളിച്ചിരുന്നില്ല. കൃത്യമായി പറഞ്ഞാൽ അച്ഛൻ എന്നെ അവസാനം വിളിച്ചത് കൃത്യം 17 ദിവസം മുമ്പാണ്. പക്ഷേ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമായിരുന്നു. ഒരു വോയിസ് മെസ്സേജോ മറ്റോ ആ കാലയളവിൻ്റെ ഉള്ളിൽ അയച്ചിരുന്നില്ല. ഇതിനെപ്പറ്റി ഞാൻ ഏട്ടനോട് ചോദിച്ചപ്പോൾ അച്ഛന് വയ്യ എന്നും സ്ഥിരമായി തണുത്ത ആഹാര പദാർത്ഥങ്ങളും മറ്റും കഴിക്കുന്നത് മൂലം കടുത്ത തൊണ്ടവേദനയാണെന്നും പറഞ്ഞിരുന്നു. മറ്റൊന്നും എനിക്കറിയില്ല സാർ. മഹാദേവ് തൻ്റെ കണ്ണുകൾ തുടച്ചു. ശേഷം അടുത്ത ചോദ്യം കൈലാസ്നാഥിനോടായിരുന്നു. നിങ്ങൾ ഇന്നലെയല്ലേ സ്റ്റേഷനിൽ പരാതി നൽകിയത്? മിനിഞ്ഞാന്ന് രാത്രി എത്ര മണിവരെ സോമശേഖരൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു? തൊണ്ടവേദനയായിട്ട് അയാൾ ഹോസ്പിറ്റലിൽ കാണിച്ചില്ലേ? പിന്നൊരു കാര്യം വളരെ കൃത്യമായി തന്നെ ഉത്തരം നൽകണം. ഇനിയൊരു തവണ കൂടി ചോദ്യം ചോദിക്കാൻ ഇടവരരുത്. അതാണ് എല്ലാവർക്കും നല്ലത്. ബെഞ്ചമിൻ ഒരു താക്കീതിൻ്റെ സ്വരത്തിൽ കൈലാസ്നാഥിനോട് പറഞ്ഞു. അയാളുടെ മുഖം ഒന്ന് വിളറിയിരുന്നു. ഈ മാറ്റങ്ങളെല്ലാം ബെഞ്ചമിൻ നന്നായി ശ്രദ്ധിച്ചിരുന്നു. ഫോൺ കിട്ടിയപ്പോൾ തുടങ്ങിയ സംശയമായിരുന്നു. എന്നാലും ഒരു സംശയത്തിൻ്റെ പുറത്ത് ആരെയും പ്രതിപട്ടികയിൽ ചേർക്കാൻ കഴിയില്ലല്ലോ. ശേഷം ബെഞ്ചമിനും മാധവും ജെയ്സണും ചേർന്ന് അയാളെ ചോദ്യം ചെയ്യുവാൻ തുടങ്ങി. ബെഞ്ചമിനായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയത്. നിങ്ങളും നിങ്ങളുടെ അമ്മാവനും പണ്ട് മുതൽക്കേ ഈ തറവാട്ടിൽ തന്നെയായിരുന്നോ താമസം? അതോ മറ്റുള്ള അംഗങ്ങളുടെ മരണത്തോടെയായിരുന്നോ അദ്ദേഹം താമസം ഇങ്ങോട്ടേക്ക് മാറ്റിയത്? ബെഞ്ചമിൻ്റെ ചോദ്യത്തിൽ ഒട്ടും തന്നെ മയമില്ലായിരുന്നു. പണ്ട് മുതൽ തന്നെ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഈ തറവാട്ടിൽ തന്നെയായിരുന്നു താമസം. എൻ്റെ അമ്മയുടെ കുടുംബമാണിത്. അമ്മയുടെ അച്ഛനും അനുജനും മുത്തശ്ശനും മുത്തശ്ശിയും അമ്മാവനും അമ്മായിയും അമ്മാവൻ്റെ മൂത്ത മകനായ ഹനുദേവും പിന്നെ എൻ്റെ ഇളയമ്മയും ഇളയച്ചനും ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയായിരുന്നു താമസം. ഇളയമ്മയ്ക്കും ഇളയച്ചനും മക്കളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഒട്ടും തന്നെ ഭയപ്പെടാതെ കൈലാസ്നാഥ് പറഞ്ഞു. ഇനി കുറച്ച് ചോദ്യങ്ങൾ ഒന്നിച്ചങ്ങ് ചോദിക്കും. എല്ലാത്തിനും കൃത്യമായിട്ട് തന്നെ ഉത്തരം കിട്ടണം. എന്നു മുതലാണ് തറവാട്ടിൽ അസ്വാഭാവിക മരണങ്ങൾ തുടങ്ങിയത്? ആരാണ് ആദ്യം മരണപ്പെട്ടത്? എവിടെ നിന്നാണ് ശരീരം ലഭിച്ചത്? ആരാണ് ആദ്യം കണ്ടത്? പിന്നീട് മുറയ്ക്ക് ആരുടെയൊക്കെ മരണമാണ് സംഭവിച്ചത്? മരണങ്ങൾ നടക്കുമ്പോൾ താങ്കൾ ഈ തറവാട്ടിലുണ്ടായിരുന്നോ? ആരെയെങ്കിലും സംശയമുണ്ടോ? എന്തൊക്കെയോ ദുരൂഹത താങ്കൾക്ക് തോന്നിയെന്ന് പറഞ്ഞില്ലേ, അതെന്താണ്?
ഈ തറവാടിൻ്റെ ചരിത്രവും പറയണം. ബെഞ്ചമിൻ്റെ ചോദ്യങ്ങൾ കേട്ടതും അയാളൊന്ന് ഭയപ്പെട്ടെങ്കിലും വേഗം ആ ഭയപ്പാട് മുഖത്തു നിന്നും മാറ്റി ബെഞ്ചമിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ തുടങ്ങി. ഈ തറവാടിന് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് ചോദിച്ചാൽ ഏതാണ്ട് 600 വർഷത്തോളം പഴക്കമുണ്ടാകും. കൃത്യമായി എനിക്കറിയില്ല. പണ്ടത്തെ ജന്മി കുടുംബത്തിൽപ്പെട്ടതായിരുന്നു മുതുമുത്തശ്ശൻ. പണ്ടൊക്കെ ഒരുപാട് ക്രൂരതകൾ അവരൊക്കെ പലരോടും ചെയ്തിട്ടുണ്ടെന്ന് താഴ്വഴി കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ മുത്തശ്ശൻ്റെ അച്ഛൻ ഒരു ക്രൂരനായ ജന്മിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരുപാട് ജോലിക്കാരുണ്ടായിരുന്നു. പണിക്കാരോട് വളരെയധികം മോശമായ പെരുമാറ്റമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഒരു ചെറിയ പിഴവിന് വളരെയധികം വലിയ ശിക്ഷയാണ് ലഭിച്ചിരുന്നത്. ജോലി ചെയ്യുന്നത്ര കൂലി ആർക്കും ലഭിച്ചിരുന്നില്ല. ക്രൂരനായ അദ്ദേഹത്തിന് സ്ത്രീകളെന്നാൽ ഒരു ഹരമായിരുന്നു. നിരവധി പാവപ്പെട്ട സ്ത്രീകളെ ഇതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. പാവപ്പെട്ടവരുടെ കണ്ണീര് കാണുക എന്നത് അയാളെ കൂടുതൽ സന്തോഷിപ്പിച്ചിരുന്നു. ഒരു ദിവസം പണിക്ക് വന്ന ഒരു 16 വയസ്സുകാരിയെ ബലമായി വലിച്ചഴിച്ച് പത്തായപ്പുരയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. പിന്നീട് അവിടെ ആരും കണ്ടിട്ടില്ല എന്നാണ് കേട്ടുകേൾവി. പക്ഷെ ഇതിനെല്ലാം നേരെ വിപരീതമായിരുന്നു എൻ്റെ അമ്മയുടെ മുത്തശ്ശൻ. തൻ്റെ പിതാവിൻ്റെ പ്രവൃത്തിയോട് കടത്താൻ ഇഷ്ടം അദ്ദേഹം കാണിച്ചിരുന്നു. അതിൻ്റെ ഫലമെന്നോണം നിരന്തരം അച്ഛനും മകനും തമ്മിൽ കലഹമായിരുന്നു. ഒരിക്കൽ ദൂരനാട്ടിൽ ക്ഷേത്ര ദർശനത്തിന് പോയപ്പോൾ ഒരു യുവതിയെ നാട്ടിലേക്ക് കടത്തിക്കൊണ്ടുവരികയുണ്ടായി. തൻ്റെ ജാതിയിൽ താഴ്ന്നവളെന്ന പേരിൽ താൻ പറയുന്നതെന്നും അനുസരിക്കണമെന്ന് അവളോട് പറഞ്ഞു. പക്ഷേ ധീരയായ യുവതി അദ്ദേഹത്തെ എതിർത്തു. എതിർപ്പുകൾ കൂടുന്തോറും അവൾക്ക് ശക്തമായ പീഡനം നേരിടേണ്ടി വന്നു. ഒരു ദിവസം തറവാടിൻ്റെ വടക്കിനി തുറന്നു നോക്കിയപ്പോൾ അയാൾ കണ്ടത് ജീവനറ്റ് കിടക്കുന്ന യുവതിയായിരുന്നു. ശേഷം 1 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ എൻ്റെ അമ്മയുടെ മുത്തച്ഛൻ്റെ അച്ഛനും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. അത് കഴിഞ്ഞ് തറവാട്ടിൻ്റെ അധികാരം എൻ്റെ അമ്മയുടെ മുത്തച്ഛനായിരുന്നു. അദ്ദേഹം ജോലിക്കാരോടായാലും ആരോട് തന്നെയായാലും വളരെയധികം സൗമ്യനായിട്ടാണ് പെരുമാറുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണശേഷം ജോലി വ്യവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ജോലിക്കാർക്ക് അവരുടെ കഠിന അധ്വാനത്തിനനുസരിച്ച് കൂലി കൊടുത്തു തുടങ്ങി. സ്ത്രീകൾക്കൊക്കെ ജോലിയിൽ ഇളവുണ്ടായിരുന്നു. കുട്ടികളെ കൊണ്ട് അദ്ദേഹം ഒരിക്കലും ജോലി ചെയ്യിച്ചിരുന്നില്ല. മന്ത്രവാദത്തിലും മറ്റും അതിവിദഗ്ധനായിരുന്ന അദ്ദേഹം ഒരുപാട് പേരുടെ ബാധ ഒഴിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് ശേഷം ഏതോ ദുരൂഹമായ സാഹചര്യത്തിൽ അദ്ദേഹം മരണപ്പെട്ടു. കാരണം വ്യക്തമല്ല. വടക്കിനിയുടെ ഇടനാഴിയിലായിരുന്നു മരണപ്പെട്ട നിലയിൽ അദ്ദേഹത്തെ കണ്ടുകിട്ടിയത്. പിന്നീട് അന്നുണ്ടായിരുന്ന കുടുംബാംഗങ്ങളെല്ലാവരും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയുണ്ടായി. അതിനുശേഷം തറവാടിൻ്റെ അധികാരം എൻ്റെ അമ്മയുടെ പിതാവിനായിരുന്നു. അദ്ദേഹം അപ്പോൾ ഉണ്ടായിരുന്ന കുടുംബാംഗങ്ങളും എല്ലാവരും തന്നെ മാന്ത്രിക വിദ്യകളിൽ വിദഗ്ധരായിരുന്നു. അന്നൊന്നും തന്നെ അസ്വാഭാവികമായി മരണങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ലായിരുന്നു. കൃത്യം 11 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി മരണപ്പെടുന്നത് എൻ്റെ മുത്തശ്ശനാണ്. ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹം ഉച്ചത്തിൽ നിലവിളിച്ചിരുന്നു. എന്തുകൊണ്ട് പേടിച്ചു താങ്ങാമെന്ന് ഞങ്ങളെല്ലാവരും ചിന്തിച്ചു. പിറ്റേന്ന് പുലർച്ചെ രാവിലെ കുളത്തിനരികിൽ നിന്നും പറമ്പ് വൃത്തിയാക്കാൻ വന്നവരാണ് മുത്തശ്ശൻ്റെ ശരീരം കണ്ടെടുത്തത്. കഴുത്തിലെന്തോ ചെറുതായിട്ട് പാടുണ്ടായിരുന്നു. ശരീരത്തിൽ വ്യക്തമായ മുട്ടും തന്നെ ഇല്ലാത്തതുപോലെയായിരുന്നു കാണപ്പെട്ടു. കണ്ണുകൾ ഭയത്താൽ പുറത്തേക്ക് തള്ളി നിന്നിരുന്നു. മുത്തശ്ശൻ്റെ മരണശേഷം കൃത്യം 6 മാസം തികയുന്നതിന് 12 ദിവസം ബാക്കി നിൽക്കെ മുത്തശ്ശി ഞങ്ങളെ വിട്ടുപോയി. തലേന്ന് രാത്രി സാധാരണ പോലെ ഉറങ്ങാൻ കിടന്ന മുത്തശ്ശിയെ വടക്കിനിയുടെ മുന്നിലായിട്ടാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അടുപ്പിച്ചുള്ള മരണങ്ങൾ കുടുംബാംഗങ്ങളിൽ വലിയ വിഷമമുണ്ടാക്കി. പിന്നീട് മരിച്ചത് എൻ്റെ ഇളയമ്മയായിരുന്നു. മരിക്കുന്നതിൻ്റെ തലേ ദിവസം കൂട്ടുകാരിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാനായി പോയതായിരുന്നു. പിന്നീട് ഇളയമ്മയെ കണ്ടെത്തിയത് തറവാടിന് വടക്കുവശമുള്ള മാവിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. ഏറ്റവും വിചിത്രമായ കാര്യം, അത്രയും പൊക്കമുള്ള മാവിൽ യാതൊരുവിധ സഹായവുമില്ലാതെ ഇളയമ്മ എങ്ങനെ തൂങ്ങി മരിച്ചു എന്നാണ്. തൂങ്ങി മരിക്കേണ്ട യാതൊരുവിധ സാഹചര്യവും അവർക്കില്ലായിരുന്നു. കൂടാതെ ഇളയമ്മയുടെ കാൽവെള്ളകളിൽ നിരവധി ആഴത്തിലുള്ള മുറിവുകളുണ്ടായിരുന്നു. കൂടാതെ വയറുഭാഗത്തെന്തോ മൂർച്ചയുള്ള വസ്തുകൊണ്ട് കുത്തിയിറക്കിയതുപോലുള്ള പാടുകൾ കാണപ്പെട്ടു. മൂക്കും ചെവികളും 2 മാറുകളും അറുത്തുമാറ്റപ്പെട്ട നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആ മാവിൻ്റെ ചുവട്ടിലോ പരിസരത്തോ മറ്റോ യാതൊരുവിധ അടയാളങ്ങളോ രക്തക്കറകളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നീടുള്ള മരണം ഇളയച്ചൻ്റേതായിരുന്നു. ഇളയമ്മ മരിച്ച് കൃത്യം 6 ദിവസത്തിന് ശേഷമായിരുന്നു സംഭവിച്ചത്. തറവാട് കുളത്തിൽ മുങ്ങി മരിച്ച നിലയിലായിരുന്നു അദ്ദേഹത്തെ കണ്ടെടുത്തത്. ശേഷം 2 വർഷക്കാലം ഒരു മരണവും തറവാടിനെ പിടിച്ചുലച്ചില്ല. പിന്നെ 3 വർഷം തികയുന്നതിൻ്റെ തലേ ദിവസം കാവിലേക്ക് വിളക്കി വയ്ക്കാൻ പോയ എൻ്റെ പിതാവ് തിരികെ ജീവനോടെ തറവാട്ടിലേക്ക് വന്നില്ല. സർപ്പക്കല്ലിൽ തലതല്ലി മരിച്ച നിലയിലായിരുന്നു അദ്ദേഹത്തെ കണ്ടെടുത്തത്. ശേഷം 1 വർഷത്തേക്ക് കാവിലാരും വിളക്ക് വെച്ചില്ല. അതിനുശേഷം പൂജകളെല്ലാം കഴിഞ്ഞ് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ വിളക്കി വയ്ക്കാൻ പോയ എൻ്റെ അമ്മയുടെ ഒരു അലർച്ച മാത്രമായിരുന്നു കേട്ടത്. അമ്മ പിന്നീട് തിരിച്ചു വന്നില്ല. മരിച്ചോ ജീവിച്ചോ എന്നറിയില്ല. മരിച്ചെങ്കിൽ അമ്മയുടെ ശരീരം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അമ്മയുടെ തിരോധാനത്തിന് 2 മാസത്തിന് ശേഷം എൻ്റെ അനുജനെയും കാണാതെയായി. അവസാനമായി അവൻ പോയത് തെക്കിനിയുടെ സമീപത്തേക്കായിരുന്നു.
ശേഷം അമ്മായിയായിരുന്നു മരിച്ചത്. അമ്മായി വീടും പരിസരവും വൃത്തിയാക്കുവാൻ വേണ്ടി തറവാടിൻ്റെ പിറകുവശത്തേക്ക് പോയതായിരുന്നു. ഇളയമ്മ തൂങ്ങി മരിച്ച മാവിൻ്റെ ചുവട്ടിലായിരുന്നു അമ്മായിയെ കണ്ടെത്തിയത്. തികച്ചും വികൃതമായ നിലയിൽ കണ്ടെത്തിയത് അമ്മായിയുടെ ശരീരമായിരുന്നു. കയ്യിലോ കാലിലോ ഒരു നഖം പോലും അവശേഷിച്ചിരുന്നില്ല. വായിലൊരു പല്ലുപോലും ഉണ്ടായിരുന്നില്ല. മൂക്കിൻ്റെ സ്ഥാനത്ത് 2 ദ്വാരങ്ങൾ മാത്രമായിരുന്നു. തലമുടികൾ പിഴുതെടുത്ത പോലെയായിരുന്നു കണ്ടെത്തിയത്. മുഖത്തെ ചർമ്മം പാടെ നീക്കിയിരുന്നു. കണ്ണുകളുടെ സ്ഥാനത്ത് ഇരുണ്ട കുഴികളായിരുന്നു. കഴുത്തിന് കീഴ്പോട്ട് ഒരുപാട് മുറിവുകൾ കാണപ്പെട്ടു. പ്രധാന ഞരമ്പുകളെല്ലാം മുറിക്കപ്പെട്ട നിലയിലായിരുന്നു. പതിവിലും തികച്ചും വിപരീതമായി അമ്മായിയുടെ ചുറ്റും രക്തം തളം കെട്ടിക്കിടന്നു. ഇത്രയും സംഭവങ്ങളായതും അമ്മാവനും ഞാനുമൊക്കെ മാനസികമായി ഒരുപാട് തളർന്നു. അനുജനെ കാണാതായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവനെ തറവാടിന് മുന്നിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തി. അവനെ ആരാണ് അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്നറിയില്ല. പിന്നീട് ഒരു ദിവസം അമ്മാവൻ്റെ മൂത്ത മകനും മഹാദേവൻ്റെ സഹോദരനുമായ ഹനുദേവിനെതിരെ ഒരു കൊലപാതക ശ്രമം നടക്കുകയുണ്ടായി. രാത്രിയിൽ തറവാടിൻ്റെ മുന്നിൽ ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന അവനെ ആരോ പിന്നിൽ നിന്നും ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഫലമെന്നോണം അവൻ്റെ ഇടത് കൈയിലായി ആഴത്തിലൊരു മുറിവ് കാണപ്പെട്ടു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവൻ തറവാട്ടിൽ നിന്നും എറണാകുളത്തെ അമ്മായിയുടെ വീട്ടിലേക്ക് താമസമാക്കി. സമാന അനുഭവം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ അനിയനും ഉണ്ടായിരുന്നു. അതിനുശേഷം അവൻ എൻ്റെ അച്ഛൻ്റെ നാട്ടിലേക്ക് പോയി. പിന്നീട് മഹാദേവനും ഞാനും അമ്മാവനും തറവാട്ടിൽ ഒറ്റയ്ക്കായി. ഏകദേശം 2 വർഷത്തിന് മുമ്പ് മഹാദേവന് ബാംഗ്ലൂരിൽ നല്ലൊരു ജോലി തരപ്പെട്ടു. ശേഷം അമ്മാവനെ എന്നെ ഏൽപ്പിച്ച് അവൻ ബാംഗ്ലൂരിലേക്ക് പോയി. പോയതിനു ശേഷവും ദിവസേന അവൻ ഞങ്ങളെ 2 പേരെയും വിളിച്ച് വിശേഷങ്ങൾ തിരക്കുമായിരുന്നു. ഈ ഇടയ്ക്കൊന്നും ഹനുദേവനെ ബന്ധപ്പെട്ടിട്ടില്ല. അവസാനമായി അവൻ്റെ കോൾ എനിക്ക് കിട്ടിയത് 2 മാസം മുമ്പാണ്. പക്ഷെ അമ്മാവനെ വിളിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ എനിക്ക് മനസ്സിലായിരുന്നു. ഇതിനിടയിൽ മഹാദേവ് 2 വട്ടം നാട്ടിൽ വന്നിരുന്നു. എൻ്റെ അനുജൻ്റെ കോൾ എനിക്ക് 2 ആഴ്ച മുമ്പ് വരെ കിട്ടുമായിരുന്നു. പിന്നീട് അവൻ എന്നെ ബന്ധപ്പെട്ടിട്ടില്ല. അതിനുശേഷം മിനിഞ്ഞാന്നാണ് രാത്രി ഉറങ്ങാൻ കിടന്ന അമ്മാവനെ ഇന്നിതാ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇത്രയും മാത്രമേ എനിക്ക് അറിയുള്ളൂ സാർ. കൈലാസ്നാഥ് ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു നിർത്തി. ചില ചോദ്യങ്ങൾക്ക് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഉത്തരം ലഭിച്ചിട്ടില്ല. മരണങ്ങൾ സംഭവിക്കുമ്പോൾ താങ്കൾ തറവാട്ടിലുണ്ടായിരുന്നോ? നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾക്ക് തോന്നിയ ദുരൂഹതകൾ എന്തൊക്കെ? ബെഞ്ചമിൻ അയാളെ വെറുതെ വിടാൻ ഉദ്ദേശമില്ലായിരുന്നു. അദ്ദേഹം ഒരു ചെറുപുഞ്ചിരിയോടെ കൈലാസ്നാഥിൻ്റെ മുഖത്തേക്ക് നോക്കി. ബെഞ്ചമിൻ തന്നെ ഇങ്ങനെ സംശയത്തോടെ ചോദ്യം ചെയ്യുന്നത് കൈലാസ്നാഥിൻ്റെ ഉള്ളിൽ ബെഞ്ചമിനോട് ചെറിയൊരു ദേഷ്യം വളർത്തിയിരുന്നു. ഈ മരണങ്ങളെല്ലാം നടക്കുമ്പോഴും എൻ്റെ അനുജനും അനുദേവിനുമെതിരെ ആക്രമണം നടക്കുമ്പോഴും ഞാൻ തറവാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ആക്രമിക്കപ്പെട്ടവരെ ആദ്യം കണ്ടതും മരണപ്പെട്ട നിലയിലുള്ളവരെ അവസാനം കണ്ടതും ഞാൻ തന്നെയായിരുന്നു. തറവാട്ടിലെ പ്രേതശക്തികളുടെ കാരണം കൊണ്ടാണ് ദുരന്തങ്ങൾ സംഭവിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതലൊന്നും തന്നെ പറയാനില്ല സാർ, കൈലാസ്നാഥ് പറഞ്ഞു നിർത്തി. അയാളുടെ സംസാരത്തിൽ കടുത്ത ദേഷ്യച്ചുവ കലർന്നിരുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ അമ്മയെ മാത്രം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അല്ലേ? ബെഞ്ചമിൻ്റെ ചോദ്യത്തിന് ഒരു പരിഹാസത്തോടെ അയാൾ ഇല്ല എന്ന മട്ടിൽ തലയാട്ടി. ബെഞ്ചമിൻ്റെ ചോദ്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയം തറവാടിൻ്റെ മുറ്റത്തേക്ക് ഒരു ഇനോവ കാർ പാഞ്ഞു വന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു. ബെഞ്ചമിൻ്റെയും മറ്റുള്ളവരുടെയും ശ്രദ്ധ ഇനോവ കാറിലേക്ക് തിരിഞ്ഞു. കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും കൈലാസ്നാഥിൻ്റെ അനുജൻ ഗൗരിനാഥ് ഇറങ്ങി വന്നു. ശേഷം കോ ഡ്രൈവർ സീറ്റിൽ നിന്നും മഹാദേവൻ്റെ ചേട്ടൻ ഹനുദേവ് ഇറങ്ങി വന്നു. ഹനുദേവിൻ്റെ 2 കണ്ണുകളും ചുവന്ന് കലങ്ങിയിരുന്നു. ഗൗരിനാഥിൻ്റെ കണ്ണുകളിൽ നിന്നും ആരോട് കടുത്ത ദേഷ്യമുണ്ടെന്ന് ബെഞ്ചമിന് മനസ്സിലായി. തൻ്റെ പിതാവിൻ്റെ മരണവാർത്ത അറിഞ്ഞ് പാഞ്ഞെത്തിയതായിരുന്നു ഹനുദേവ്. അവൻ ഓടി വന്ന് തൻ്റെ അനുജനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഗൗരിനാഥ് കടുത്ത ദേഷ്യഭാവത്തോടെ കൈലാസ്നാഥിനെ നോക്കി. എല്ലാം ശ്രദ്ധിച്ചു നിന്നിരുന്ന ബെഞ്ചമിന് ആ നോട്ടത്തിൽ എന്തോ പന്തികേടുള്ളതുപോലെ തോന്നി. അപ്പോഴേക്കും ഏകദേശം 4 മണിക്കൂർ സമയം കഴിഞ്ഞിരുന്നു. ഓരോന്ന് ചിന്തിച്ചിരിക്കുകയാണ് മാധവൻ്റെ ഫോണിലേക്ക് ഒരു സന്ദേശത്തിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. മാധവ് ഉടൻ തന്നെ അത് തുറന്നു നോക്കിയതും നേരെ ആ ഫോൺ ബെഞ്ചമിൻ്റെ പക്കൽ ഏൽപ്പിച്ചു. ബെഞ്ചമിൻ ആ മെസ്സേജ് കണ്ടതും അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം ഫോറൻസിക് പാത്തോളജിസ്റ്റിനെ കോൺടാക്ട് ചെയ്തു. മഹാദേവിൻ്റെ പിതാവിൻ്റെ ശരീരം അധിക നേരം വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് അടിയന്തരമായി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. വിശദമായ വിവരങ്ങൾ ബെഞ്ചമിൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു നൽകാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സമയം ഹനുദേവിനെയും ഗൗരിനാഥിനെയും ജെയ്സണും മാധവും ചോദ്യം ചെയ്തു. അവരിരുവരും പൂർണ്ണമായും ചോദ്യം ചെയ്യപ്പെടുവാൻ സഹകരിച്ചു. അവർക്കറിയാവുന്ന ഉത്തരങ്ങൾ സത്യസന്ധമായിട്ട് തന്നെ അവർ പറഞ്ഞു. യാതൊരുവിധ മടിയോ ഇഷ്ടയില്ലായ്മയോ അവർ കാണിച്ചില്ല. ശേഷം മഹാദേവ് ഉൾപ്പെടെയുള്ളവരോട് തറവാട് വിട്ട് പുറത്തു പോകരുതെന്ന് നിർദ്ദേശം നൽകി ബെഞ്ചമിനും സംഘവും അവിടെ നിന്നും മടങ്ങി. ബെഞ്ചമിൻ നേരെ പോയത് പോസ്റ്റ്മോർട്ടം നടന്ന ആശുപത്രിയിലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്ന ഡോക്ടർ റിയാസിനെ കാണാനായിരുന്നു. ബെഞ്ചമിൻ ചെന്ന സമയം അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു.
ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സ് അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ കാത്തിരിക്കുവാൻ പറഞ്ഞ ശേഷം അദ്ദേഹം 5 മിനിറ്റിൻ്റെ ഉള്ളിൽ വരുമെന്ന് അറിയിച്ചു. കൃത്യം 4 മിനിറ്റ് കഴിഞ്ഞതും ഡോക്ടർ റിയാസ് ആശുപത്രിയിലെ തൻ്റെ ക്യാബിനിലേക്ക് എത്തി. ശേഷം ഡോക്ടർ ബെഞ്ചമിന് കൈകൊടുത്ത ശേഷം തൻ്റെ ഇരിപ്പിടത്തിലേക്ക് ഇരുന്നു. 2 നിമിഷത്തിന് ശേഷം ഇരുവരും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ബെഞ്ചമിൻ മുഖവരയില്ലാതെ പറയാൻ തുടങ്ങി. ശരീരത്തിന് ഏതാണ്ട് 16 ദിവസത്തോളം പഴക്കമുണ്ടായിരുന്നു. കൈകാലുകൾ കൂട്ടിക്കെട്ടി ഗർഭസ്ഥ ശിശുവിനെ പോലെ ചുരുട്ടിക്കെട്ടിയ നിലയിലായതിനാൽ മൃതശരീരത്തെ നിവർത്തുക എന്നത് അസാധ്യമാണെന്നറിയാമല്ലോ. ആ മനുഷ്യന്റെ മുഖമാകെ വികൃതമായിരുന്നു. മുഖത്തെ ചർമ്മം മുഴുവനും പുള്ളി അടർന്നു പോയിരുന്നു. പെട്രോളോ മണ്ണെണ്ണയോ പോലുള്ള എന്തോ പെട്ടെന്ന് കത്തുന്ന ദ്രാവകം ഉപയോഗിച്ചായിരുന്നു തീ കത്തിച്ചിരിക്കുന്നത്. പിൻകഴുത്തിന്റെ ഭാഗത്തായിട്ട് വളരെ ചെറുതും എന്നാൽ ആഴത്തിലുള്ള ഒരു മുറിവ് കണ്ടെത്തി. ഏകദേശം 5 സെന്റിമീറ്റർ ആഴമുണ്ടായിരുന്നു മുറിവിന്. ഇടത്തെ കൈയുടെ കൈപ്പത്തി ഒടിഞ്ഞിരുന്നു. വലത് തോൾഭാഗത്ത് എന്തോ കട്ടിയുള്ള വസ്തു ഉപയോഗിച്ച് അടിച്ചതുപോലെ തോന്നിച്ചു. അതിനാൽ വലത് തോളിന്റെ എല്ലുകൾ പൂർണ്ണമായും തകർന്നിരുന്നു. വലത് കൈയുടെ കൈവിരലുകൾ നഷ്ടമായിരിക്കുന്നു. ആന്തരിക അവയവങ്ങൾക്ക് കനത്ത രീതിയിൽ ക്ഷതമേറ്റിരിക്കുന്നു. പാൻക്രിയാസിന് വരെ ചതവ് സംഭവിച്ചുവെങ്കിൽ എത്രമാത്രം മൃഗീയമായ പീഡനം അയാൾ ഏറ്റിട്ടുണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. വാരിയെല്ലുകൾ പൂർണ്ണമായും തകർന്നിരുന്നു. ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം എന്തെന്നാൽ അയാൾ ജീവനോടെ ഉള്ളപ്പോൾ തന്നെയാണ് കൈവിരലുകൾ അറുത്തുമാറ്റപ്പെട്ടതും ശരീരഭാഗങ്ങൾ ചതച്ചരയ്ക്കപ്പെട്ടതും. മുഖത്തെന്തോ ദ്രാവകം ഉപയോഗിച്ച് കത്തിച്ച സമയത്തും അയാൾക്ക് ജീവനുണ്ടായിരുന്നു. ബെഞ്ചമിൻ, പിന്നെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇടത് കൈക്കുള്ളിൽ ആരുടെയോ മാലയുടേതെന്ന് തോന്നിക്കുന്ന ഒരു പീസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ഷർട്ടിന്റെ ചെറിയ ഭാഗവും കിട്ടിയിട്ടുണ്ട്. നഖത്തിന്റെ ഇടയിൽ നിന്നും കുറച്ച് തൊലിയുടെ ഭാഗവും കിട്ടിയിട്ടുണ്ട്. താൻ നേരത്തെ കൊടുത്തുവിട്ട ഒരു മുടിയുടെ സാമ്പിളും മൃതശരീരത്തിൽ നിന്നും കിട്ടിയ തൊലിയുടെ ഭാഗവും അതിവേഗ DNA ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ വരും. അത് വാങ്ങാനായിട്ട് താൻ ഇവിടെ വരെ വരണമെന്നില്ല. ഞാനത് ഇമെയിലോ വാട്സപ്പിലോ അയച്ചേക്കാം. ഡോക്ടർ റിയാസ് പറഞ്ഞു നിർത്തി. വളരെയധികം നന്ദിയുണ്ട് സാർ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. DGP സാർ ഇവിടെ അടുത്തുണ്ട്. അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിക്കാനുണ്ട്. ബെഞ്ചമിൻ റിയാസ് ഡോക്ടറോട് നന്ദി പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. തൻ്റെ സ്വകാര്യ വാഹനത്തിൽ DGPയെ കാണാൻ പോകുമ്പോൾ DNA ഫലം പോസിറ്റീവ് ആകണേ എന്നായിരുന്നു ബെഞ്ചമിൻ്റെ പ്രാർത്ഥന. ആശുപത്രിയിൽ നിന്നും ഏതാണ്ട് അരമണിക്കൂർ യാത്ര ചെയ്തതും ബെഞ്ചമിൻ DGPയുടെ ഫ്ലാറ്റിൻ്റെ മുന്നിലെത്തി. കോളിംഗ് ബെല്ലടിച്ചതും നിമിഷങ്ങൾക്കകം തന്നെ DGP ജോസഫ് കുരുവിള വാതിൽ തുറന്നു. ബെഞ്ചമിൻ അകത്തേക്ക് ക്ഷണിച്ച് ആളിലുണ്ടായിരുന്ന സോഫയിലേക്ക് ഇരിക്കുവാൻ പറഞ്ഞ ശേഷം അദ്ദേഹം അകത്തുപോയി 2 ഗ്ലാസ്സിൽ മാംഗോ ജ്യൂസ് കൊണ്ടുവന്നു. ഒന്ന് ബെഞ്ചമിനും കൊടുത്ത് ഒന്ന് തൻ്റെ കയ്യിലും പിടിച്ച് അദ്ദേഹം ബെഞ്ചമിൻ്റെ എതിർദിശയിൽ കിടന്ന സോഫയിലേക്ക് ഇരുന്നു. എന്തായാലോ കേസിൻ്റെ കാര്യങ്ങൾ? വല്ല പുരോഗതിയുമുണ്ടോ? താൻ 2 ആഴ്ചക്കകം കേസ് പരിഹരിക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിതിന് സമ്മതിച്ചത്. തൻ്റെ കണ്ടെത്തലുകളും നിഗമനങ്ങളും കേൾക്കട്ടെ. ഇത് 2 ആഴ്ച വരെയൊന്നും പോകേണ്ട കാര്യമില്ല. കൊലയാളി നമ്മുടെ കൈക്കുമ്പിളുണ്ട്. ഏതാനും ചില തെളിവുകൾ കൂടി കിട്ടിയാൽ കൊലയാളിയെ അറസ്റ്റ് ചെയ്യാം. ബോഡിയിൽ നിന്നും കിട്ടിയ DNA സാമ്പിളും കൊലപാതകിയെന്ന 99% ഞാൻ സംശയിച്ച ആളിൻ്റെ സാമ്പിളും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ച ആളല്ല കൊലപാതകിയെങ്കിൽ അവൻ അതിവിദഗ്ധമായ ഒരു മായാവി തന്നെയായിരിക്കും. അവൻ്റെ വായിൽ നിന്നും വീണ് കിട്ടിയ ചെറിയൊരു പിഴവ് കൊണ്ടാണ് 99% അവനാണെന്ന് ഞാൻ ഉറപ്പിച്ചത്. കൂടാതെ സ്മാർട്ട് ഫോണിൽ നിന്നും കിട്ടിയ തെളിവുകളെല്ലാം കൂട്ടിവെച്ച് നോക്കുമ്പോൾ ഏതാനും മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ അവനെ അറസ്റ്റ് ചെയ്യുവാനും സാധിക്കും. ബെഞ്ചമിൻ്റെ മറുപടിയിൽ DGP തൃപ്തനായിരുന്നു. ഈ സമയമൊക്കെ തന്നെയും ജെയ്സണും മാധവനും തറവാട്ടിലുള്ള 4 പേരെയും തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്യുകയായിരുന്നു. ഈ സമയം തന്നെ മാധവ് വിളിച്ചറിയിച്ചതിനെ തുടർന്ന് കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ കാവിൻ്റെ പരിസരത്തും സോമശേഖരൻ്റെ ശരീരം കിട്ടിയ സ്ഥലത്തും തറവാടിൻ്റെ പിന്നിലും ചില തിരച്ചിലുകൾ നടത്തി. പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടെ തന്നെ മൺവെട്ടിയും മറ്റു ഉപകരണങ്ങളുമായി ചില ഗ്രാമവാസികളും ഉണ്ടായിരുന്നു. അവരിൽ ചിലർ അവിടെ ഇവിടെയായി മൺവെട്ടി കൊണ്ട് കുഴിച്ചും മറ്റും തിരച്ചിലുകൾ നടത്തി. തറവാടിൻ്റെ പിന്നിൽ തിരച്ചിൽ നടത്തിയവർക്ക് ഒരു പൊട്ടിയ മാല കണ്ടെത്താൻ സാധിച്ചു. പിന്നെ കീറിപ്പറഞ്ഞൊരു ഷർട്ടും കിട്ടി. കാവിൻ്റെ പരിസരത്ത് കുറേ ഉള്ളിലായി പാലമരത്തിൻ്റെ ചുവട്ടിൽ നിന്നും തുണിയിൽ കിട്ടിയ നിലയിൽ കുറച്ച് പല്ലുകളും നഖങ്ങളും കണ്ടെത്തി. പിന്നീട് വലിയ ആൽമരത്തിൻ്റെ പിൻഭാഗത്ത് കുഴിയെടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൽ നിന്നും ഒരു തലയോട്ടിയും കുറച്ച് എല്ലിൻ കഷ്ണങ്ങളും കിട്ടി. ഈ വിവരങ്ങളെല്ലാം പോലീസ് ഉദ്യോഗസ്ഥർ ബെഞ്ചമിനെ അറിയിച്ചു. DGPയുടെ ഫ്ലാറ്റിൽ നിന്നും ഭക്ഷണം കഴിച്ച ശേഷം ബെഞ്ചമിൻ തറവാട്ടിലേക്കെത്തി. തറവാട്ടിലെത്തി മാധവിനോട് സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ ഡോക്ടർ റിയാസിൻ്റെ കോൾ ബെഞ്ചമിനെ തേടിയെത്തി. കോൾ കട്ടായ നിമിഷം തന്നെ ബെഞ്ചമിൻ തൻ്റെ വാട്സപ്പ് തുറന്നു നോക്കി. അത് ഡോക്ടർ റിയാസും ബെഞ്ചമിനും തമ്മിൽ സംസാരിച്ച DNA ടെസ്റ്റിൻ്റെ ഫലമായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ബെഞ്ചമിൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മാധവിനെ നോക്കി. അതിനുശേഷം തറവാടിൻ്റെ പരിസരത്ത് നിന്നും കാവിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെയായി കിട്ടിയ തെളിവുകൾ ബെഞ്ചമിൻ ശേഖരിച്ചു.
എപ്പോഴൊരു കാറ്റ് വീശിയപ്പോൾ അവിടെ നിന്നവർക്കെല്ലാവർക്കും എന്തോ ഒരു ദുർഗന്ധം മൂക്കിലേക്ക് അരിച്ചു കയറി. അല്പസമയം കഴിഞ്ഞതും സഹായിക്കാനുണ്ടായിരുന്നവരിൽ ഒരു പ്രായം ചെന്ന മനുഷ്യൻ ഒരു ചെറിയ പ്ലാസ്റ്റിക് കവറുമായി അങ്ങോട്ടേക്ക് വന്നു. ആ കവർ തുറന്ന് കാണിക്കുവാൻ ബെഞ്ചമിൻ ആവശ്യപ്പെട്ടു. ആ കവറിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ്റെ ജീർണിച്ച കൈവിരലുകളായിരുന്നു. കിട്ടിയ നഖങ്ങളും പല്ലുകളും തലയോട്ടിയും അതിൻ്റെ കൂടെ ലഭിച്ച അസ്ഥി കഷ്ണങ്ങളും ആരുടേതാണെന്ന് ബെഞ്ചമിനും സംഘത്തിനും മനസ്സിലായി. നഖങ്ങളും പല്ലുകളും പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ മഹാദേവിൻ്റെയും ഹനുദേവിൻ്റെയും അമ്മയുടേതാണ്. അതവർക്കറിയാമെങ്കിലും ഒന്നുകൂടി ഉറപ്പിക്കാൻ ഹനുദേവിൽ നിന്നും ഒരു DNA സാമ്പിൾ ശേഖരിച്ചു. ഇതുവരെ ശരീരാവശിഷ്ടം കിട്ടാത്തത് കൈലാസ്നാഥിൻ്റെ അമ്മയുടേതാണ്. അതിനാൽ ഗൗരിനാഥിൽ നിന്നും DNA സാമ്പിൾ ശേഖരിച്ചു. ശേഷം രണ്ടും പരിശോധനയ്ക്ക് അയച്ചു. ഇതിൻ്റെ പരിശോധന ഫലം ലഭിക്കുവാൻ 2 ദിവസമെങ്കിലും പിടിക്കും. അതിവേഗം DNA ടെസ്റ്റ് ആയതുകൊണ്ടാണ് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഫലം ലഭിക്കുന്നത്. അല്ലെങ്കിൽ കുറെ കൂടി കാലതാമസം പിടിച്ചേനെ. സമയം രാത്രിയോടടുക്കാറായതും ബെഞ്ചമിനും ജെയ്സണും മാധവനും ബുക്ക് ചെയ്ത ഹോട്ടൽ മുറിയിലേക്ക് മടങ്ങി. രാത്രി സമയം എല്ലാവരും ഗാഢനിദ്രയിലേക്ക് വീണപ്പോഴും ഒരാൾ മാത്രം തന്റെ ഉറക്കം നഷ്ടപ്പെട്ടിരുന്നു. ഉറക്കം വരാതെ ആ മനുഷ്യൻ അപ്പോഴും തറവാടിന് ചുറ്റും നടന്നുകൊണ്ടേയിരുന്നു. സമയം ഏതാണ്ട് 3 മണിയായി കാണും. ആ വലിയ തറവാട്ടിലെ ഒരു മുറിയിൽ നിന്നും ആരുടെയോ അലർച്ച കേട്ടു. ഹനുദേവും ഗൗരിനാഥും ശബ്ദം കേട്ട ഭാഗത്തേക്ക് ആദ്യമേ എത്തിയിരുന്നു. അവർക്ക് ശേഷം കൈലാസ്നാഥും അവിടെ എത്തി. മഹാദേവിന്റെ റൂമിൽ നിന്നുമായിരുന്നു ആ ശബ്ദം കേട്ടത്. റൂമിന്റെ കതക് പൂട്ടിയിട്ടില്ലായിരുന്നു, അവ തുറന്ന നിലയിലായിരുന്നു. ശേഷം അവിടുത്തെ ലൈറ്റ് ഓണാക്കി. കട്ടിലിന്റെ അറ്റത്തായി തറയിൽ കുത്തേറ്റ നിലയിൽ അവരെ കണ്ടെത്തി. ഭാഗ്യത്തിന് കയ്യിലായിരുന്നു കുത്തേറ്റിരുന്നത്. ഉടൻ തന്നെ ഗൗരിനാഥ് സംഭവം ബെഞ്ചമിനെ വിളിച്ചറിയിച്ചു. ബെഞ്ചമിനും ജെയ്സണും മാധവും ഉടൻ തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. കൈലാസ്നാഥ് ഗൗരിനാഥിനോടും ഹനുദേവിനോടും മഹാദേവനെ കൂട്ടി ആശുപത്രിയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. പക്ഷെ മഹാദേവ് ബെഞ്ചമിൻ വരാതെ ആശുപത്രിയിലേക്ക് പോകില്ല എന്ന് കടുപ്പിച്ചു പറഞ്ഞു. ഇതിനോടകം തന്നെ അവൻ്റെ കയ്യിലുള്ള മുറിവ് ഗൗരിനാഥ് ഒരു പഴയ വെള്ളമുണ്ടുകൊണ്ട് കെട്ടിവെച്ചിരുന്നു. ഏകദേശം 20 മിനിറ്റോളം കഴിഞ്ഞപ്പോൾ ബെഞ്ചമിനും സംഘവും ആ തറവാട്ടിലെത്തി. ഇരുളിൻ്റെ നിലാവെളിച്ചത്തിൽ ആ പഴയ തറവാട് ഒരു പ്രേതാലയം പോലെ നിന്നു. സമയം വൈകാതെ അവർ മൂവരും തറവാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. തറവാട്ടിൻ്റെ ഹാളിൽ തന്നെ അവർ 4 പേരും ഉണ്ടായിരുന്നു. മഹാദേവന്റെ ഇടതുകൈ വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ സംഭവിച്ചത്? ബെഞ്ചമിൻ അവരോട് ചോദിച്ചു. ബെഞ്ചമിൻ്റെ ചോദ്യത്തിന് മഹാദേവ് തന്നെയായിരുന്നു ഉത്തരം നൽകിയത്. എനിക്ക് തീരെ ഉറക്കം വന്നില്ലായിരുന്നു സാർ. അതുകൊണ്ട് തന്നെ 1 മണി അടുക്കുന്നതുവരെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉറക്കം വന്നതിനാൽ അപ്പോൾ തന്നെ ലൈറ്റ് ഓഫാക്കി കിടന്നിരുന്നു. ഇതിനിടയിൽ റൂമിൻ്റെ വാതിൽ ലോക്ക് ചെയ്യാൻ ഞാൻ മറന്നുപോയി. നല്ല ഉറക്കം പിടിച്ചു വന്ന സമയം ആരോ കതകു തുറന്ന് അകത്തേക്ക് വരുന്നതായി തോന്നി. പക്ഷെ ഇരുട്ടായതിനാൽ ആരെയും കണ്ടില്ല. 2 നിമിഷം ഞാൻ അനങ്ങിയതേയില്ല. അതിനുശേഷം അല്പസമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കാലൊച്ച അടുത്തേക്ക് വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ജനാല തുറന്ന് കിടക്കുന്നത് കൊണ്ട് നേരിയ വെളിച്ചം അകത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. ആ വെളിച്ചത്തിൽ മുഖം മൂടി ധരിച്ച് കയ്യിൽ കത്തിയുമായി വരുന്ന ആളെ ഞാൻ കണ്ടു. എനിക്ക് ഭയം മൂലം ഇരുന്നിടത്ത് നിന്നും അനങ്ങാൻ സാധിച്ചില്ല. ഒന്ന് കണ്ണടച്ച് തുറന്ന സമയം എൻ്റെ അടുത്തെത്തിയ ആള് സത്യത്തിൽ മനുഷ്യനാണോ എന്ന് പോലും സംശയിച്ചു പോയി. കാരണം വേഗത്തിലാണ് കതകിൻ്റെ അടുത്ത് നിന്നും കട്ടിലിൻ്റെ അരികിലേക്ക് എത്തിയത്. സെക്കൻഡ് നേരം കൊണ്ടെത്തി. സെക്കൻഡ് നേരം കൊണ്ടായിരുന്നു എൻ്റെ നേരെ കത്തി വീശിയത്. ആദ്യത്തെ തവണ കത്തി വീശിയപ്പോൾ ഞാൻ ഞൊടിയിട നേരം കൊണ്ട് ഒഴിഞ്ഞു മാറി. 2ാമത്തെ വട്ടം ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും എൻ്റെ ഇടത് കൈയിൽ കുത്തിയിട്ടിരുന്നു. അന്നേരമാണ് ഞാൻ ഉറക്കെ നിലവിളിച്ചത്. 3ാം തവണ കത്തി വീശിയ സമയം ഞാൻ മനോധൈര്യം വീണ്ടെടുത്ത് അക്രമിയെ തിരിച്ചാക്രമിച്ചു. അയാളുടെ മുഖം മൂടി വലിച്ചൂരാൻ ശ്രമിച്ചപ്പോഴേക്കും എന്നെ തള്ളിമാറ്റി അയാൾ ഓടിക്കളഞ്ഞു. ആ നിമിഷം ഞാൻ നിലത്തേക്ക് പതിച്ചിരുന്നു. എൻ്റെ മുറിവേറ്റ് ഇടത് കൈഭാഗം ഇടിച്ചായിരുന്നു ഞാൻ വീണത്. ആ വീഴ്ചയിൽ നിന്നും എനിക്ക് എഴുന്നേൽക്കാൻ സാധിച്ചില്ല. അപ്പോഴേക്കും ഏട്ടന്മാർ ഓടിയെത്തിയിരുന്നു. മഹാദേവ് പറഞ്ഞു നിർത്തി. അക്രമിക്ക് എത്രത്തോളം ഹൈറ്റ് ഉണ്ടായിരുന്നു? ബെഞ്ചമിൻ്റെ ചോദ്യം കേട്ട് ഒരു നിമിഷം ആലോചിച്ച ശേഷം മഹാദേവ് ഉത്തരം പറഞ്ഞു. ഏകദേശം വല്യേട്ടൻ്റെ അത്രയും ഹൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ശരീരപ്രകൃതം ഇത്തിരി കൂടെ ഉള്ള പോലെ തോന്നുന്നു സാർ. ഞാൻ അയാളെ തിരിച്ചാക്രമിച്ചിരുന്നു. അയാളുടെ കവിൾ ഭാഗത്ത് ഞാൻ നഖം കൊണ്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ നെഞ്ചത്തൊരു ചവിട്ടും കൊടുത്തിരുന്നു. മഹാദേവ് പറഞ്ഞു നിർത്തി. ചോദ്യം മഹാദേവിനോടായിരുന്നുവെങ്കിലും ബെഞ്ചമിൻ എല്ലാവരെയും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്താ കൈലാസ്, നെഞ്ചു വല്ലാതെ വേദനിക്കുന്നുണ്ടോ? പെട്ടെന്നുള്ള ബെഞ്ചമിൻ്റെ ചോദ്യം കേട്ടതും കൈലാസ്നാഥ് വിളറി വെളുത്തുപോയി. അല്ല, താൻ നെഞ്ച് തടവുന്നത് കണ്ടതുകൊണ്ട് ചോദിച്ചതാണ്. അല്ല, താനെന്തിനാണ് മങ്കി ക്യാപ്പിട്ടിരിക്കുന്നത്? ബെഞ്ചമിൻ്റെ ചോദ്യം അയാളിൽ അസ്വസ്ഥതയുണ്ടാക്കി. ഭയങ്കര തണുപ്പല്ലേ സാർ, അതുകൊണ്ടാ. അയാൾ താല്പര്യമില്ലാത്തതുപോലെ ആ ചോദ്യത്തിന് ഉത്തരം നൽകി. ഒരു കാര്യം ചെയ്യേ ജെയ്സൺ, താനും മാധവനും ഇവിടെ നിൽക്ക്. ഞാനിവരെ 3 പേരെയും കൊണ്ടുപോവുകയാണ്. അദ്ദേഹം ജെയ്സണും മാധവനും നിർദ്ദേശം നൽകി. ഗൗരിനാഥിനെയും മഹാദേവനെയും ഹനുദേവിനെയും കൂട്ടി ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു.
സമയം കടന്നുപോയി. മഹാദേവനെ ആശുപത്രിയിൽ കാണിച്ചു. അവൻ്റെ കയ്യിലെ മുറിവിൽ 7 സ്റ്റിച്ചുകൾ ഉണ്ടായിരുന്നു. 2 ദിവസം ശരവേഗത്തിലാണ് കടന്നുപോയത്. 3-ാം ദിവസം ബാക്കിയുള്ള ടെസ്റ്റിൻ്റെ ഫലങ്ങളും വന്നിരുന്നു. ഇതിനോടകം തന്നെ പ്രതിയെ ബെഞ്ചമിന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. 4-ാം ദിവസം രാവിലെ 9 മണിയോടടുത്തതും ബെഞ്ചമിനും മാധവനും ആ വലിയ തറവാടിൻ്റെ മുന്നിലെത്തി. ആ തറവാടിൻ്റെ ഉമ്മറത്ത് തന്നെ 4 പേരും ഇരിപ്പുണ്ടായിരുന്നു. ബെഞ്ചമിനെയും മാധവനെയും അവർ അകത്തേക്ക് സ്വീകരിച്ചിരുത്തി. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. മുഖവരിയില്ലാതെ തന്നെ ബെഞ്ചമിൻ കാര്യങ്ങൾ പറയുവാൻ തുടങ്ങി. അന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ലേ, അതിനെക്കുറിച്ച് പറയുവാനാണ് ഇപ്പോൾ വന്നത്. നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കൊലപാതകിയെ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് DGPയുടെ ഓഫീസിൽ വെച്ച് നടക്കുന്ന മീറ്റിങ്ങിൽ അതാരാണെന്ന് വെളിപ്പെടും. നിങ്ങൾ 4 പേരും ആ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് കൊലയാളി എന്ന്. വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും. നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ വരിക, നമുക്ക് ഒരുമിച്ച് പോകാം, ബെഞ്ചമിൻ പറഞ്ഞു നിർത്തി. അത് കഴിഞ്ഞ് അവർ 6 പേരും ഒരുമിച്ച് DGPയുടെ ഓഫീസിലേക്ക് തിരിച്ചു. ആരും ഭക്ഷണം ഒന്നും തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി പ്രഭാത ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് DGPയുടെ ഓഫീസിലേക്കുള്ള യാത്ര തുടർന്നു. കാറിലിരുന്ന് ആരും തന്നെ പരസ്പരം ഒന്നും തന്നെ മിണ്ടിയിരുന്നില്ല. DGP ഓഫീസിൻ്റെ മുന്നിൽ പതിവിലും കൂടുതൽ തിരക്കനുഭവപ്പെട്ടു. കാറിൽ നിന്നും ഇറങ്ങി അവർ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് നടന്നു. DGP ഓഫീസിൽ മറ്റു ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ബെഞ്ചമിനും മാധവും അവരെ 4 പേരെയും കോൺഫറൻസ് ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അർത്ഥവൃത്താകൃതിയിലുള്ള കസേരയും മേശയും ക്രമീകരിച്ചിരുന്നു. ഏറ്റവും മുന്നിൽ ഒരു 10 പേർക്ക് ഒരുമിച്ചിരിക്കാൻ തക്കവണ്ണം കസേരകൾ നിരത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 11:30 കഴിഞ്ഞതും DGPയും മറ്റു ഉദ്യോഗസ്ഥരും അർത്ഥവൃത്താകൃതിയിൽ ക്രമീകരിച്ചിരുന്ന കസേരകളിൽ സ്ഥാനം പിടിച്ചു. നീളത്തിൽ നിരത്തിയിരുന്ന കസേരകളിൽ ബെഞ്ചമിനും മാധവും, മഹാദേവനും, ഹനുദേവും, ഗൗരിനാഥും, കൈലാസ്നാഥും സ്ഥാനം പിടിച്ചു. എല്ലാവരും അകത്ത് കയറി 2 മിനിറ്റ് കഴിഞ്ഞതും കോൺഫറൻസ് ഹാളിൻ്റെ വാതിൽ ലോക്ക് ചെയ്യപ്പെട്ടു. പോലീസ് ഉദ്യോഗസ്ഥരെയും കൂടാതെ ഹാളിലുണ്ടായിരുന്നത് സ്പെഷ്യൽ ഓഫീസറായ ബെഞ്ചമിനും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് മാധവനും കേസിൻ്റെ ഭാഗമായിട്ട് തറവാട്ടിലെ അംഗങ്ങളും പിന്നീട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ സഹായിച്ച കുറച്ച് അഡ്വക്കേറ്റ്സുമാണ്. DGP ജോസഫ് കുരുവിള തന്നെ സംസാരിക്കാൻ ആരംഭിച്ചു. നമ്മൾ കഴിഞ്ഞ 10 വർഷത്തിലധികമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ദുരൂഹ മരണങ്ങളുടെയും ഒരു തിരോധാന കേസിൻ്റെയും അന്ത്യം ഇവിടെ കുറിക്കുകയാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെയും പൊതുജനത്തെയും മാധ്യമങ്ങളെയും പറ്റിച്ച് ഒളിച്ചു നടന്നിരുന്ന ആ കൊലപാതകിയെ അതിവിദഗ്ധമായി കണ്ടുപിടിച്ചിരിക്കുന്നു. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായ ബെഞ്ചമിൻ ചാക്കോ ഒരുപാട് തെളിയാത്ത കേസുകളും കോൾഡ് കേസുകളും അതിവിദഗ്ധമായി ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം തെളിയിച്ചിരുന്നു. ഇന്നിത് അദ്ദേഹത്തിൻ്റെ നേട്ടത്തിൽ ഒരു പുൻതൂവൽ കൂടി. എന്നോട് പോലും ബെഞ്ചമിൻ പ്രതി ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിലും അതാണല്ലോ അദ്ദേഹത്തിൻ്റെ ശൈലി. ഈ കേസിനെ കുറിച്ച് ഏതാനും ചുരുങ്ങിയ ദിവസങ്ങൾക്ക് മുമ്പാണ് ബെഞ്ചമിൻ എന്നോട് സംസാരിച്ചത്. തുടക്കത്തിൽ ബെഞ്ചമിൻ ഈ കേസ് ഏറ്റെടുത്തത് എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമായിരുന്നു. എന്നാൽ അദ്ദേഹം ചോദിച്ച സമയം 2 ആഴ്ച കാലയളവ് ഞാൻ മനസ്സില്ലാ മനസ്സോടെയായിരുന്നു അംഗീകരിച്ചത്. പക്ഷെ അദ്ദേഹം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പ്രതിയെ കണ്ടുപിടിച്ചിരിക്കുന്നു. ഈ കേസിനെ കുറിച്ച്, അതിൻ്റെ നാൾവഴികളെക്കുറിച്ച് ബെഞ്ചമിൻ പറയും. DGP പറഞ്ഞു നിർത്തി. ബെഞ്ചമിൻ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു. മാധവ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫയൽ ബെഞ്ചമിനെ ഏൽപ്പിച്ചു. അത് DGP ജോസഫ് കുരുവിളയെ ഏൽപ്പിച്ച ശേഷം ബെഞ്ചമിൻ സംസാരിക്കാൻ തുടങ്ങി. കൃത്യം 11 വർഷങ്ങൾക്ക് മുമ്പാണ് മേപ്പശ്ശേരി മനയിൽ ആദ്യമായി ഒരു മരണം നടക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ നല്ല ഒന്നാന്തരം വെൽ പ്ലാൻഡ് ക്രൈം. ഞാനപ്പോൾ ഇവിടെ പ്രതി ആരാണെന്നോ അയാളുടെ പ്രായമോ മറ്റോ ഒന്നും തന്നെ സൂചിപ്പിക്കുന്നില്ല. ഞാനിവിടെ സംസാരിച്ചു കഴിഞ്ഞ അവസാനം പ്രതിയെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആദ്യത്തെ മരണം 11 വർഷം മുമ്പ് തറവാട്ടിലെ കാരണവരുടേതായിരുന്നു. ഇവിടെ വന്നിട്ടുള്ള തറവാട്ടിലെ അംഗമായ കൈലാസ്നാഥിൻ്റെ മൊഴിപ്രകാരം കാരണവർ രാത്രി എന്തോ കണ്ട് പേടിച്ചതുപോലെ നിലവിളിച്ചിരുന്നു. തറവാട്ടിലെ മറ്റംഗങ്ങൾ കരുതിയിരുന്നത് അദ്ദേഹം എന്തോ കണ്ട് പേടിച്ചു എന്നാണ്. പക്ഷെ പിറ്റേന്ന് രാവിലെ അദ്ദേഹത്തെ കുളത്തിൻ്റെ അരികിൽ നിന്നും മരണമടഞ്ഞ നിലയിൽ കണ്ടെത്തിയത് പറമ്പ് വൃത്തിയാക്കാൻ വന്ന ജോലിക്കാരനാണ്. ശരീരത്തിൽ രക്തമയം ഒട്ടും തന്നെ ഇല്ലായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൈലാസ്നാഥിൻ്റെ മൊഴിയും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കഴുത്തിൽ കാണപ്പെട്ട മുറിവ് ഏകദേശം 1 സെൻറ്റിമീറ്റർ മാത്രം ആഴത്തിലുള്ളവയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എന്തോ കണ്ട് ഭയപ്പെടുന്നത് പോലെ പുറത്തേക്ക് തള്ളിയിരുന്നു. പ്രധാനപ്പെട്ട ഞരമ്പുകളുള്ള ഭാഗത്ത് ബ്ലേഡ് കൊണ്ടോ മറ്റോ മൂർച്ചയുള്ള വസ്തുക്കൾ കൊണ്ടോ മുറിവുണ്ടാക്കി അതിലൂടെ രക്തം ഊറ്റിയെടുത്തിട്ടുണ്ട്. ബോഡി കണ്ടെടുത്ത സ്ഥലങ്ങളുടെ പരിസരത്ത് നിന്നും അജ്ഞാത ജീവിയുടെ കാൽപാദം കാണപ്പെടുകയുണ്ടായി എന്നാണ് കൈലാസ്നാഥ് സർക്കിൾ ഇൻസ്പെക്ടർ ജെയ്സണോട് പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു അജ്ഞാത ജീവിയോ അദൃശ്യ ശക്തികളുടെ സാന്നിധ്യമോ അവിടെ ഉണ്ടായിരുന്നില്ല. അജ്ഞാത ജീവിയുടെ കാൽപ്പാടുകൾ കേവലം ഒരു മനുഷ്യനിർമ്മിതമായിരുന്നു. കാരണം അവരുടെ കൊല നടന്നത് കാവിനുള്ളിലെ തകർന്ന കെട്ടിടത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടായിരുന്നു. പിന്നീട് മരണമടഞ്ഞത് കാരണം അവരുടെ ഭാര്യയായിരുന്നു.
അതും കാരണവരുടെ മരണം കഴിഞ്ഞ് 6 മാസം തികയുന്നതിന് 12 ദിവസം ബാക്കി നിൽക്കി. മരിക്കുന്നതിൻ്റെ തലേന്നും എന്നും ഉറങ്ങാൻ കിടക്കുന്നതുപോലെ കിടന്ന കൈലാസ്നാഥിൻ്റെ മുത്തശ്ശിയെ കണ്ടെത്തിയത് കാരണവന്മാർ പ്രേതമുണ്ടെന്ന് മുദ്രകുത്തിയ വടക്കിനിയുടെ മുന്നിലാണ്. അവരുടെ ശരീരത്തിലും രക്തത്തിൻ്റെ ഒരംശം പോലുമില്ലായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രതിപാദിക്കാത്തൊരു കാര്യമുണ്ടായിരുന്നു. ആ മുത്തശ്ശിയുടെ ഇടത് കൈ ഒടിഞ്ഞു തൂങ്ങിയ നിലയിലായിരുന്നു. അടുപ്പിച്ചുള്ള മരണങ്ങൾ കൊലപാതകിയെ അങ്ങേയറ്റം സന്തോഷിപ്പിച്ചു. എന്നിരുന്നാലും അവൻ മറ്റുള്ളവരുടെ മുന്നിൽ ദുഃഖം അഭിനയിച്ചു. പിന്നീട് മരിച്ചത് തറവാട്ടിലെ 2ാമത്തെ മകളായിരുന്നു. അതായത് മുടി തിന്ന കൈലാസ്നാഥിൻ്റെ ഇളയമ്മ. കൂട്ടുകാരിയുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ പോയതായിരുന്നു അവൻ. പിന്നീട് വടക്കുവശത്തെ മാവിൽ തൻ്റെ ജീവൻ അവസാനിപ്പിച്ച നിലയിലായിരുന്നു എല്ലാവരും അവരെ കണ്ടെത്തിയത്. ഇത് വെറും ഒരു ആത്മഹത്യയായിരുന്നില്ല. തൂങ്ങി മരിക്കേണ്ട യാതൊരുവിധ സാഹചര്യവും അവർക്കില്ലായിരുന്നു. അതുമല്ല, വയറിലും കാൽവെള്ളയിലും ആഴത്തിലുള്ള മുറിവുണ്ടാക്കി സ്വന്തം ശരീരഭാഗങ്ങൾ ഛേദിച്ച ആരെങ്കിലും ആത്മഹത്യ ചെയ്യുമോ? അതുമല്ല, അത്രയും ഉയരമുള്ള ചില്ലയിൽ അവരെങ്ങനെ കുരുക്കിട്ടു? ഏണിയോ മറ്റോ ഉപയോഗിച്ചാണെങ്കിൽ കുരുക്കിട്ട ശേഷം അത് എടുത്തു മാറ്റാൻ കഴിയില്ലല്ലോ. പിന്നീട് മരിക്കുന്നത് കൈലാസ്നാഥിൻ്റെ ഇളയച്ചനാണ്. അതും ഇളയമ്മ മരിച്ച് കൃത്യം 6 ദിവസത്തിന് ശേഷം തറവാട്ടുകുളത്തിൽ മരിച്ച നിലയിലായിരുന്നു അദ്ദേഹത്തെ കണ്ടെടുത്തത്. അതൊരു മുങ്ങി മരണം തന്നെയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. കൈലാസ്നാഥിൻ്റെ മൊഴിയിലും അങ്ങനെ തന്നെയാണുള്ളത്. പക്ഷെ അത് മുങ്ങിമരണം എന്നതിലുപരി ഒരു കൊലപാതകം തന്നെയായിരുന്നു. അദ്ദേഹത്തെ ബലമായി പിടിച്ച് വെള്ളത്തിൽ മുക്കുകയായിരുന്നു. ശേഷം 2 വർഷക്കാലത്തേക്ക് അവൻ തൻ്റെ വേട്ട നിർത്തിവെച്ചിരുന്നു. എല്ലാം കഴിഞ്ഞ് 3ാം വർഷമാണ് അടുത്ത കൊലപാതകം നടക്കുന്നത്. കൈലാസ്നാഥിൻ്റെ പിതാവിനെയായിരുന്നു കാവിനുള്ളിലെ സർപ്പക്കല്ലിൽ തലതല്ലി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അത് സ്വയം തലതല്ലി മരിച്ചതല്ല, മറിച്ച് ആരും അദ്ദേഹത്തിൻ്റെ തല കല്ലിൽ ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയതാണ്. 1 വർഷത്തേക്ക് പൂജ മുടങ്ങിയ കാവിൽ ആദ്യമായി വിളക്ക് വയ്ക്കാൻ പോയ കൈലാസ്നാഥിൻ്റെ അമ്മയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാവുകയായിരുന്നു. വിളക്ക് വയ്ക്കാൻ പോയി ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഒരു അലർച്ച എല്ലാവരും കേട്ടിരുന്നു. തിരോധാനം എന്ന് തെറ്റിദ്ധരിച്ച കേസ് ഇപ്പോൾ ഒരു കൊലപാതകമായിരിക്കുകയാണ്. ശേഷം തെക്കിനിയുടെ സമീപത്തേക്ക് പോയ ഈ ഇരിക്കുന്ന ഗൗരിനാഥിനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതെ പോവുകയുണ്ടായി. ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തറവാടിൻ്റെ മുന്നിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയാണുണ്ടായത്. അത് കഴിഞ്ഞ് മരണപ്പെട്ടത് കൈലാസ്നാഥിൻ്റെ അമ്മായിയാണ്. അതിൻ്റെ വിവരണം ബഹുമാനപ്പെട്ട DGPയുടെ പക്കൽ ഏൽപ്പിച്ച ഫയലിലുണ്ട്. പിന്നീട് അവസാനം മരണപ്പെട്ട വ്യക്തിയുടെ മൂത്ത മകൻ അനുദേവിനെതിരെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. ആക്രമണം നടന്ന ശേഷം അനുദേവ് തൻ്റെ മാതാവിൻ്റെ തറവാട്ടിലേക്ക് മടങ്ങി. സമാനമായിട്ടുള്ളൊരു അനുഭവം ഗൗരിനാഥനും ഉണ്ടായിരുന്നു. ആക്രമണം നടന്ന ശേഷം അദ്ദേഹം തൻ്റെ പിതാവിൻ്റെ നാട്ടിലേക്ക് പോയി. ശേഷം മഹാദേവ് തൻ്റെ ജോലിയുടെ ആവശ്യങ്ങൾക്കായി ബാംഗ്ലൂരിലേക്ക് പോയി. പിന്നീട് മരണപ്പെട്ട സോമശേഖരനും കൈലാസ്നാഥും മാത്രമായിരുന്നു തറവാട്ടിലുണ്ടായിരുന്നത്. ശേഷം അടുത്തിടെ സോമശേഖരനും മരണമടഞ്ഞു. ഇത്രയുമാണ് സാർ കേസിൻ്റെ നാൾ വഴികൾ. കുറച്ചുകൂടി കാര്യങ്ങൾ വിശദമാക്കാനുണ്ട്. 4 ദിവസം മുമ്പ് വെളുപ്പിന് 3 മണിയോടടുപ്പിച്ച് മഹാദേവിന് നേരെ ഒരു ആക്രമണം ഉണ്ടായി. പ്രതിരോധത്തിൻ്റെ ഭാഗമായി മഹാദേവ് അയാളുടെ കവളുകളിൽ അള്ളി മുറിവേൽപ്പിക്കുകയും നെഞ്ചിലാഞ്ഞ് തൊഴിക്കുകയും ചെയ്തു. ഈ കോൺഫറൻസ് ഹാളിൽ ഇപ്പോഴുള്ള ഒരാളുടെ ശരീരത്തിൽ ആ പാടുകളുണ്ട്. ബെഞ്ചമിൻ ഇതും പറഞ്ഞ് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെ നേർക്ക് വിരൽ ചൂണ്ടി. ആ നിമിഷം തന്നെ ഒരു വിറയലോടെ കൈലാസ്നാഥ് തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. അദ്ദേഹത്തിൻ്റെ ശിരസ് കുനിഞ്ഞിരുന്നു. 2 കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ബെഞ്ചമിൻ തുടർന്നു, കൈലാസ്നാഥ്, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ അമ്മാവൻ്റെ മകനായ മഹാദേവനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്? ബെഞ്ചമിൻ്റെ ഈ ചോദ്യത്തിന് കൈലാസ്നാഥ് തീർത്തും മൗനം പാലിച്ചു. ഇല്ല കൈലാസ്നാഥ്, നിങ്ങൾ എൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ പോകുന്നില്ല. കാരണം സ്വന്തം കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയത് നിങ്ങളുടെ അമ്മാവൻ്റെ മകൻ മഹാദേവല്ലേ? ബെഞ്ചമിൻ്റെ വെളിപ്പെടുത്തലിന് ശേഷം അവിടെ മാകെ ഒരു നിശബ്ദത തളം കെട്ടി നിന്നു. മഹാദേവ് ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റു. അവൻ്റെ ചെന്നിയിലൂടെ വിയർപ്പ് കണങ്ങൾ ഒഴുകിയിറങ്ങി. നോ, ഇല്ല, ഞാനല്ല, അവൻ ഒരു അലർച്ചയോടെ പറഞ്ഞു. ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ അവനെ പിടിച്ചു വെച്ചു. ഒച്ച വെച്ചിട്ട് കാര്യമില്ല. എല്ലാ തെളിവുകളും ഞാൻ DGPക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട DGP സാർ അത് പരിശോധിക്കണം. മിസ്റ്റർ മഹാദേവ്, നിങ്ങൾ ബാംഗ്ലൂരിൽ പോയെന്ന് പറഞ്ഞ സത്യം തന്നെയാണ്. പക്ഷെ അതിനുശേഷം നടന്ന മരണം നിങ്ങളുടെ സ്വന്തം പിതാവിൻ്റേത് തന്നെയാണ്. അദ്ദേഹം മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് നിങ്ങൾ നാട്ടിലെത്തിയിരുന്നു. നിങ്ങളുടെ പിതാവ് സോമശേഖരൻ്റെ ശരീരം കണ്ടെടുക്കുമ്പോൾ അതിന് 16 ദിവസത്തോളം പഴക്കമുണ്ടായിരുന്നു. അതായത് അതിന് 3 ദിവസം മുമ്പ് നിങ്ങൾ നാട്ടിലെത്തിയിരുന്നു. ഈ വിവരം കൈലാസ്നാഥിന് അറിയാമായിരുന്നു. അയാളെ വളരെ കാലമായി നിങ്ങൾ ഭീഷണിപ്പെടുത്തി വച്ചിരിക്കുകയാണ്. മാനസികമായി ഒരുപാട് തളർന്ന അദ്ദേഹം അവസാനം സ്വമേധയാ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. അതുകൊണ്ട് മാത്രമാണ് ഈ കേസ് ഇപ്പോൾ തെളിഞ്ഞത്. അല്ലായിരുന്നുവെങ്കിൽ ഇനി 3 പേരുടെ കൂടെ ജീവൻ നഷ്ടമാകുമായിരുന്നു. എന്തിനായിരുന്നു ഇതെല്ലാം? സ്വത്തിനു വേണ്ടി, കോടിക്കണക്കിന് വിലമതിപ്പുള്ള സ്വത്തിനു വേണ്ടി. ഇതിനല്ലായിരുന്നോ കുടുംബാംഗങ്ങളെ മുഴുവനും കൊന്നു തള്ളിയത്?
ഇപ്പോൾ അവസാനം എന്തായി? ജയിലിൽ തന്നെ കഴിയേണ്ടി വരുന്നില്ലേ? തൻ്റെ പിതാവിൻ്റെ ശരീരത്തിൽ നിന്നും കീറിയ ഷർട്ടിൻ്റെ ഭാഗവും DNA സാമ്പിളും കൂടാതെ പൊട്ടിപ്പോയൊരു മാലയുടെ ഭാഗവും കിട്ടിയിരുന്നു. കാണാതായ നിങ്ങളുടെ പിതാവിൻ്റെ സഹോദരിയെ നിങ്ങൾ കൊന്നു കുഴിച്ചു മൂടി. അതിൻ്റെ തെളിവ് ഞങ്ങൾക്ക് കിട്ടി. ഇതെല്ലാം കണ്ടുപിടിക്കാൻ പ്രധാന കാരണമായത് നീ കൈലാസ്നാഥിൻ്റെ ഫോൺ മോഷ്ടിച്ചത് മൂലം മാത്രമാണ്. അതിലാണ് നീ പലരെയും കോണ്ടാക്ട് ചെയ്തതും കൊലപാതകത്തിൻ്റെ വീഡിയോകളും മറ്റും ഫോട്ടോകളും ചിത്രീകരിച്ചത്. നീ ആരെയും ഇനി ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയാണ് കൈലാസ്നാഥ് നിന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇനി ശിഷ്ടകാലം നിനക്ക് ജയിലിൽ കഴിയാം. ബെഞ്ചമിൻ തൻ്റെ വാക്കുകൾ പറഞ്ഞവസാനിപ്പിച്ചു. കയ്യിൽ കിട്ടിയ എവിഡൻസുകളെല്ലാം ഞാൻ പരിശോധിച്ചിരുന്നു. പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട മഹാദേവ് തന്നെയാണ് എല്ലാ കുറ്റകൃത്യങ്ങളും ചെയ്തതെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞ് ചോദ്യം ചെയ്യുവാൻ ബഹുമാനപ്പെട്ട കോടതി പോലീസിന് വിട്ടു നൽകും. ശേഷം കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത പ്രതിയുടെ സുഹൃത്തുക്കളെയും ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് കൈലാസ്നാഥ് പ്രതിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. എന്നിരുന്നാലും അദ്ദേഹത്തെ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കാൻ പറ്റില്ല. കുറ്റം എന്തായാലും കുറ്റം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലായതുകൊണ്ട് ശിക്ഷയിൽ പരമാവധി ഇളവ് വാങ്ങി നൽകുന്നതായിരിക്കും. സോ ഈ മീറ്റിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. തൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ച DGP അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. ശേഷം കോൾഡ് കേസായി മാറാൻ സാധ്യതയുണ്ടായിരുന്ന ഈ കേസിലെ പ്രതിയെ കൊടുക്കാൻ സഹായിച്ച ബെഞ്ചമിനെ നന്നായി അഭിനന്ദിക്കുകയും ചെയ്തു. കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിരുന്ന മാധവനെയും DGP അഭിനന്ദിച്ചു. ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി. ജെയ്സണും ബെഞ്ചമിനോട് നന്ദി പറഞ്ഞു. കാരണം വളരെ വലിയ തലവേദന പിടിച്ചൊരു കേസായിരുന്നു. തൻ്റെ എല്ലാ ഉത്തരവാദിത്തവും നിർവഹിച്ച ശേഷം ബെഞ്ചമിൻ തൻ്റെ വസതിയിലേക്ക് യാത്ര തിരിച്ചു, കൂടെ മാധവും. ഇതേ സമയം എവിടെയോ ഒരു ഐസ് ഫാക്ടറിയിൽ നിർമ്മിച്ച വലിയൊരു ഐസ് കട്ടയ്ക്കുള്ളിൽ ഒരു ജീവൻ എന്നേക്കുമായി മരിച്ചുപോയിരുന്നു. കയ്യിലൊരു ചുറ്റിക പിടിച്ചുകൊണ്ട് ആ ഐസ് കട്ടയെ നോക്കി ഒരാൾ ക്രൂരമായി ചിരിച്ചുകൊണ്ടേയിരുന്നു. കഥ അവസാനിച്ചിരിക്കുന്നു. ഒരു പുതിയ കഥയുടെ തുടക്കം തന്നെയാണ് അവസാനവും. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മടി കാണിക്കില്ല കേട്ടോ. ലവ് യു ഓൾ. ബൈ.